നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയും. ആദ്യം ചെയ്യേണ്ടത് മയ്യത്തിനൊന്ന് പൊന്തിക്കുന്നു. അതാണ് ആദ്യം. ഫസ്റ്റ് നമ്മൾ ജോയിൻറ്റുകളൊക്കെ ഒന്നുകൂടെ മയപ്പെടുത്തി റെഡിയാക്കി ചുടുവെള്ളം ഉപയോഗിക്കൽ ആവശ്യമുണ്ടെങ്കിൽ കുളിപ്പിക്കാൻ തുടങ്ങുന്ന മുമ്പ് ചുടുവെള്ളം ഒഴിക്കാം. കുളിപ്പിക്കാൻ വേണ്ടിയല്ല ചുടുവെള്ളം. കുളിപ്പിക്കുന്നതിന് മുമ്പ് ചുടുവെള്ളം മൊത്തമാണ് ഒഴിക്കും. 2, 3, 4 പാത്രം ഒന്നിച്ചാണ് ഒഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒന്ന് ലൂസായി കിട്ടും. പലപ്പോഴും ചില ആളുകൾ ഈ രോഗികളായി കുറേ കിടന്നാൽ ചിലപ്പോൾ കൈയൊക്കെ അങ്ങനെ മടങ്ങിയിട്ടുണ്ടാവും, അതേപോലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും കൊണ്ട് പിന്നെ റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3, 4 തവണ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒക്കെ ഒന്ന് ലൂസായി കിട്ടും. അപ്പോൾ അത് കുളിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുകയാണ്. അത് കുളിപ്പിക്കുന്നതിന് ഭാഗമല്ല, കുളിപ്പിക്കുന്നതിന് മുന്നോടിയായി സൗകര്യത്തിനും നമ്മുടെ ഒരു ആശ്വാസത്തിനും വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ്. അഴുക്കുണ്ടെങ്കിൽ ഇളകി കിട്ടാൻ, രക്തത്തിൻ്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇളകി കിട്ടാൻ, ജോയിൻറ്റുകളൊക്കെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണി മാത്രമാണ് ചുടുവെള്ളം ഉപയോഗിക്കുക എന്നത്. അല്ലെങ്കിൽ നമുക്കത് ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് നേരെ വലത് കൈ കൊണ്ട് ഈ ഭാഗം നമ്മൾ താങ്ങി മയ്യത്തിനെ മെല്ലെ പൊക്കുന്നു. പൊക്കിയിട്ട് കിടക്കുകയുമല്ല ഇരിക്കുകയുമല്ല എന്ന ഒരു ലെവലിൽ ഒരു ഹാഫ് ഇടുത്തമായിക്കൊണ്ട് നമ്മളങ്ങനെ താങ്ങി നിർത്തുന്നു. കാലിൻ്റെ ഈ വലത്തെ കാല് വേണേൽ ഇങ്ങനെ സപ്പോർട്ട് വെച്ച് കൊടുത്താൽ കാലുമ്പോൾ താങ്ങി കയ്യും കൊണ്ടും പിടിച്ച് അങ്ങനെ നിൽക്കാം. അല്ല ഒരാളങ്ങനെ പിടിച്ച് മറ്റൊരാൾ സഹായിക്കാറുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നമ്മൾ വയറ് മൊത്തം നന്നായി ഒന്ന് അമർത്തി 2, 3, 4 തവണ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് മയ്യത്തിനെ അവിടെ കിടത്തുന്നു. കിടത്തിയിട്ട് കയ്യിൽ ഗ്ലൗസോ ഒരു ശീലയോ ചുറ്റി നമ്മൾ ഈ മടച്ച തുണിയുടെ ഉള്ളിലൂടെ കൈയിട്ട് കൊണ്ട് ഗുഹ്യസ്ഥാനങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്നു. അത് കഴിഞ്ഞാൽ ആ തുണി നമുക്ക് മാറ്റാം. തുണിമിലും സ്വാഭാവികമായിട്ടും വൃത്തികേടാവും, മൂത്രമാവാം, കാട്ടമാവാം, അത് സ്മെല്ല് വരാം, ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അത് കഴിഞ്ഞാൽ ആ ഗ്ലൗസ് ഒഴിവാക്കുന്നു. ഇനി അടുത്ത കുളിപ്പിക്കാൻ വേറെ ഗ്ലൗസ് നമ്മൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആ ചുറ്റ തുണി ഒഴിവാക്കി വേറെ ശീല കയ്യിൽ ചുറ്റാം. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ വുളൂ ചെയ്ത് കൊടുക്കുന്നു. സാധാരണ വുളൂ ചെയ്യുന്നപ്പോൾ തന്നെ വുളൂ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ വായിൽ വെള്ളം കൊപ്പിടിക്കുക, മൂക്കി വെള്ളം കയറ്റി ചുറ്റുക, മിസ്വാക്ക് ചെയ്യുക, അതൊക്കെ അതിൻ്റെ ഭാഗമായി വരുന്ന കാര്യമാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റിയ എങ്ങനെയാണോ അങ്ങനെ ചെയ്യുക. വായിൽ വെള്ളം കൊപ്പിടിക്കാൻ കഴിയില്ല, എന്നാലും പറ്റുന്ന പോലെ കുറച്ചൊക്കെ ആക്കി കൊടുക്കാൻ കഴിയും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ അത് കഴിഞ്ഞാൽ വലതു ഭാഗം കൊണ്ട് തുടങ്ങുന്നു കുളിപ്പിക്കൽ. അപ്പോൾ തല മുതൽ വലതു ഭാഗം മുതൽ വെള്ളമൊഴിക്കുന്നു. ഈ മുൻഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചലിച്ച് അതേപോലെ ബാക്ക് സൈഡും വലതു ഭാഗം കഴുകുന്നു. ഇത് നേരെ കിടത്തി പിന്നെ ഇടതു ഭാഗത്ത് മൊത്തം നമ്മൾ വെള്ളമൊഴിച്ചു. അങ്ങോട്ട് കിടത്തി പിറകു ഭാഗം ഇടതു ഭാഗത്ത് വെള്ളമൊഴിച്ചു. അപ്പോൾ ഒരു തവണ കുളിപ്പിക്കൽ കഴിഞ്ഞു. ഇനി അഫ്ളലായത് 3 പ്രാവശ്യമാണ്. ഇതേപോലെ 2ാമതും 3ാമതും ആവർത്തിക്കുന്നു. ആ 3 കൊണ്ട് പരിപൂർണമായി വൃത്തിയായിട്ടില്ല എന്ന് ബോധ്യമാകുന്നുവെങ്കിൽ 3 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ 9, അങ്ങനെ ഒറ്റയായ രൂപത്തിൽ എത്ര തവണയാണോ വേണ്ടത് അത്ര നമ്മൾ കുളിപ്പിക്കുന്നു. കാല് കഴുകിയിട്ടില്ലെങ്കിൽ നമ്മൾ അവസാനം കാല് കഴുകുന്നു. ഇല്ലെങ്കിൽ ഈ കഴുകിൽ തന്നെ അത് മതിയാവുകയും ചെയ്യും. അതുകൂടി കുളിപ്പിക്കൽ കഴിയും. പിന്നെ നമുക്ക് തോർത്താം, മയ്യത്ത് തോർത്തി കൊടുക്കാം. മുടി അധികം ഉണ്ടെങ്കിൽ മുടി ചീകി ഇടാം. ഇത് പണ്ട് നമ്മൾ പ്രത്യേകം എടുത്തു പോലെ സംഗതിയാണ്. മുടി ചീകി ഇടാം. നീണ്ട നഖമുണ്ടെങ്കിൽ ആ നഖം വെട്ടിക്കളയുക. നീണ്ട മീശയുണ്ടെങ്കിൽ അത് വെട്ടിക്കളയുക. അതൊക്കെ ഒരു മാന്യതയുടെ ഭാഗമായിട്ടാണത്. ഒരാൾ ഒരു ഖബറിലേക്ക് മർസഖിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒരു വൃത്തിയോടെ മാന്യമായി പറഞ്ഞയക്കുക എന്ന ഒരു തത്വത്തിലാണ് അതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത്രയുമാണ് ഒരു മയ്യത്ത് കുളിപ്പിക്കൽ നമുക്കുള്ളത്. കർപ്പൂരം അല്ലെങ്കിൽ ആ നിലക്ക് എന്താണ് ഉപയോഗിക്കുക അത് നമുക്ക് ഉപയോഗിക്കാം. അത് ഒരു സുഗന്ധത്തിന് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ അത് ഉപയോഗിച്ചില്ല, കർപ്പൂരം എടുക്കാൻ മറന്നു, കൊണ്ടുവന്ന് വെച്ചിരുന്നു, അത് ഓർമ്മ ഉണ്ടായില്ല, പിന്നെ ഖബർ കിടക്കാൻ നേരത്തെ അല്ല കർപ്പൂരം ഉപയോഗിച്ചില്ല, എന്താ കാട്ടുക? അത് പത്ത് വഹിക്കാൻ പോകണ്ട, ഒരു പ്രശ്നവുമില്ല. അതില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മിസ്അബിൻ ഉമേറിൻ്റെ മയ്യത്ത് മനസ്സിലുണ്ടായാൽ മതി. മിസ്അബിൻ ഉമേറിൻ്റെ പുല്ല് വെച്ച് കെട്ടി കഫൻ ചെയ്ത് കൊണ്ടുപോയി മറ ചെയ്ത് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിനപ്പുറത്ത് വേറൊന്നുമില്ലല്ലോ. അത് നമ്മൾ ഓർമ്മയിൽ ഉണ്ടാകും. ഇത്രയുമാണ് നമുക്ക് കുളിപ്പിക്കാനുള്ള സംഗതികൾ. സോപ്പ് ഉപയോഗിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ സോപ്പ്, താളി. ഇപ്പം നബിയുടെ കാലത്ത് താളി ഉപയോഗിച്ചത്. നബിയുടെ മകളെ കുളിപ്പിച്ചപ്പോൾ നബി അവിടെ താളി ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പോൾ അതേപോലെ സോപ്പ്, ഇന്നത്തെ കാലത്ത് താളി വേണ്ട, അതിന് പകരമാണ് സോപ്പ് ഉപയോഗിക്കുന്നത്. താളിയാണെങ്കിൽ താളി, സോപ്പാണെങ്കിൽ സോപ്പ്, അതൊക്കെ നമുക്ക് അതിന് ഉപയോഗിക്കാം. നന്നായി വരുതി കഴുകി ഒക്കെ ആവാം, വിരോധമൊന്നുമില്ല. ആ എന്നെ യെസ്, മയ്യത്ത് കുളിപ്പിക്കാൻ നമുക്ക് വെള്ളം കിട്ടിയില്ല.
അങ്ങനത്തെ സ്ഥലത്ത് പെട്ടു, ഒരു മരുഭൂമിയിൽ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, വെള്ളം കിട്ടാൻ സാധ്യതയൊന്നുമില്ല എങ്കിൽ അവിടെ നമ്മൾ തയമ്മം ചെയ്യാം. മയ്യത്ത് കുളിപ്പിക്കാൻ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ തയമ്മം ചെയ്യാം. അതുകൊണ്ട് മാത്രമല്ല, ചില മയ്യത്ത് നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നാകെ ചീഞ്ഞളിഞ്ഞ മയ്യത്താണ്, ദിവസങ്ങളോളം പഴകിയിട്ട് ആ മയ്യത്ത് കിട്ടിയത്. ഇനി വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ ആകെ കലങ്ങി അത് പോകും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് ഏതെങ്കിലും നിലയ്ക്ക്, ഞാൻ പറഞ്ഞുതരാം, ഏതെങ്കിലും നിലയ്ക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുക. അപ്പോൾ ഒന്നാകെ വെള്ളം ഒഴിക്കാൻ കഴിയില്ല, എന്നാൽ ചെറിയൊരു പാട്ടിലൊക്കെ അധികം സ്ട്രോങ് ഇല്ലാതെ ശൈത്തൊന്നാകെ ഇങ്ങാണ്ട് വെള്ളം ഒഴിച്ച് തിരിച്ചും മറിച്ചും കെട്ടാൻ ഇപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അത്രയും ദ്രവിച്ചാകെ ചീഞ്ഞ മയ്യത്താണെങ്കിൽ ചിലപ്പോൾ വെള്ളം ഒഴിക്കൽ കൂടുതൽ പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ തീ പൊള്ളിലേറ്റാണ് ആകെ കത്തിക്കഴിഞ്ഞൊരു മയ്യത്താണ്, ആകെ ഒരു കരിക്കട്ട നമുക്ക് കിട്ടിയത്. ഇനി അത് വെള്ളം കൊണ്ട് കുളിപ്പിക്കാനൊന്നും ചിലപ്പോൾ പറ്റൂല. അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച വിഷയമാണ്, കോവിഡ് വന്നപ്പോൾ തൊടാൻ പറ്റില്ല, അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല, കുളിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സാഹചര്യം നമുക്കുണ്ടായി. പല മയ്യത്തും നമ്മളങ്ങനെ കുളിപ്പിക്കാതെ കൊണ്ടുപോയി മറവ് ചെയ്യേണ്ടി വന്നു. അത്തരം ഘട്ടത്തിൽ ഒന്ന് നമുക്ക് വെള്ളം ഇനി ശക്തമായി ഉപയോഗിച്ചില്ലെങ്കിൽ അത്ര അധികം ഒന്നുമില്ലെങ്കിലും ശരീരമാസനം ഒന്ന് വെള്ളം കൊണ്ട് നനക്കാനെങ്കിലും പറ്റുമെങ്കിൽ അതെങ്കിലും നമ്മൾ ചെയ്യുക. സ്ട്രോങ് ഒന്നുമില്ലാതെ ചെറിയ രൂപത്തിൽ അങ്ങനെ ശരീരം മൊത്തം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതുമാത്രം മതി. അപ്പം ഈ പദമൊന്നും നടക്കൂല, പൊന്തിക്കലോ പള്ള തടവലോ ഒന്നും ഉണ്ടാവില്ല. ആ മയ്യത്തടൊക്കെ എടുത്തുന്നു, എങ്ങനെയാണോ വെള്ളം കൊണ്ടൊന്ന് മൊത്തം ഒന്ന് നനക്കാൻ കഴിയുക അത് നമ്മൾ ചെയ്യുന്നു. അതും കഴിയില്ല എങ്കിൽ തയമ്മം ചെയ്യുന്നു. ഇതിനും പറ്റൂല എങ്കിൽ തയമ്മം ചെയ്യും. അതിനും പറ്റൂല എങ്കിൽ നമുക്കൊന്നും ബാധ്യതയില്ല. ഇപ്പോൾ അടുത്ത് കളിക്കാൻ പറ്റാത്ത മയ്യത്താണ്, കോവിഡ് വന്ന് മരിച്ചപ്പോൾ ഒന്നിനും ചെയ്യാൻ പറ്റൂല, ആ മയ്യത്ത് കൈയോടെ തൊടാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഘട്ടത്തിൽ കുറച്ച് ദൂരേന്ന് വെള്ളം അടിച്ചു കൊടുക്കാൻ പറ്റുമോ ചെയ്യാം. ഇപ്പം ചില പകർച്ചവ്യാധി ഉണ്ടായിട്ട് മരിച്ചൊരു മയ്യത്ത്, അപ്പോൾ കൈ കൊണ്ട് സ്പർശിക്കാൻ പറ്റൂല. എന്നാൽ അതിന് വന്നല്ലോ മറ്റേ PPE കിറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന രീതികൾ മറ്റൊരു വന്നു. ഇനി അതിന് സാഹചര്യമില്ല എങ്കിൽ അടുത്ത് പോയാൽ നമുക്ക് ആ രോഗം പകരും, എങ്കിൽ അടുത്ത് പോകാൻ പാടില്ല. അപ്പോൾ കുറച്ച് ദൂരം നിന്നിട്ട് ഒരു നല്ലൊരു ഓസ് എടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെയാണ്ട് വെള്ളം ഒന്നാകാണ്ട് അടിച്ചിട്ട് ശരീരം മൊത്തം നനച്ചു, അത് മതി. അപ്പോൾ ബാധ്യത കഴിഞ്ഞു. അപ്പോൾ കുളിപ്പിക്കാൻ ഏതെങ്കിലും നിലയ്ക്ക് കഴിയുമെങ്കിൽ നമ്മളങ്ങനെ കുളിപ്പിക്കുക. അതിന് കഴിയില്ല എങ്കിൽ തയമ്മം ചെയ്യുക. അതിനും കഴിയില്ല എങ്കിൽ നമുക്ക് ബാധ്യത ഇല്ല, നമ്മളങ്ങനെ കൊണ്ടുപോയി മറവ് ചെയ്യാം. അതാണ് അതിലുള്ളത്. ആ സമയത്ത് ഞാൻ എഴുതിയ പുസ്തകമുണ്ട്. കോവിഡ് വന്നപ്പോൾ ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ വന്നിരുന്നു. ഓരോ ദിവസവും ഒരുപാട് ആളുകൾ മരിക്കുന്നു, കുളിപ്പിക്കാൻ പറ്റുന്നില്ല, കഫൻ ചെയ്യാൻ കഴിയുന്നില്ല, ഖബറിൽ എടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ 100 കൂട്ടം ചോദ്യങ്ങളാണ് അന്ന് വന്നിരുന്നത്. അപ്പോൾ അന്ന് അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട്, എനിക്ക് വന്ന കുറേ ചോദ്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. മഹാമാരി 100 കർമ്മശാസ്ത്ര വിധികൾ എന്ന പേര്. പുസ്തകം വായിച്ചവരുണ്ടതിന്? ഇല്ല, വായിക്കാൻ പറ്റിയ ബുക്കാണ്. ഞാൻ എഴുതിയോണ്ടല്ല, എൻ്റെ വകയിലൊന്നുമില്ല, മുൻഗാമികളായ വിശേഷക്കാരുമായ പണ്ഡിതന്മാരെ എന്നതൊക്കെ റെഫർ ചെയ്തിട്ട് അതങ്ങനെ എടുത്തു കൊടുത്തിരിക്കുകയാണ്. മഹാമാരി 100 കർമ്മശാസ്ത്ര വിധികൾ. അപ്പോൾ അതിൽ ഇത്തരം കേസിലുള്ള മയ്യത്തങ്ങൾ കൈകാര്യം ചെയ്യാം എന്നൊരു 10-15 ചോദ്യങ്ങളിലുണ്ട്. ഈ കുളിപ്പിക്കലും തൈമം ചെയ്യലും അതേപോലെ കഫൻ ചെയ്യത്തുള്ള കാര്യങ്ങളും അതൊക്കെ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ കഫൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മറമാടാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള കേസ് എന്ത് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളടക്കം ആ പുസ്തകത്തിൽ വരുന്നുണ്ട്. ഒന്ന് സംഘടിപ്പിച്ച് വായിക്കാം. വിസ്റ്റം ബുക്സാണ് ഇറക്കിയത്. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കഫൻ ചെയ്യലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ കഫൻ തുണി ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നിച്ച് സെറ്റായിട്ട് അവിടുന്ന് കിട്ടും. എൻ്റെ ക്ലാസ് ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു, അബൂബക്കർ സിദ്ദീഖിൻ്റെ മാതൃക. പഴയ വസ്ത്രം അദ്ദേഹം കഴുകി വൃത്തിയാക്കി വെക്കാൻ പറഞ്ഞു. ഞാൻ മടിച്ചാൽ അതിൽ നിങ്ങൾ എന്നെ കഫൻ ചെയ്യുക. അപ്പോൾ മക്കൾ പറഞ്ഞു, ഉപ്പ വേണ്ട, നല്ലത് വേറെ ഉണ്ട്. അപ്പം വാപ്പ പറഞ്ഞു, വേണ്ട മക്കളെ, അൽ ഹയ്യു അഹഖു ബിൽ ജദീദ്, പുതിയത് ഉടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് ജീവിച്ചിരിപ്പുള്ളവരാണ്. അപ്പോൾ പുതിയ ഉപ്പിട്ടിട്ട് കഫൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അപ്പോൾ ഒരു കഫൻ തുണിക്ക് പൈസ കൊടുക്കാനില്ല, എന്താ പകാട്ട, അതിന് ലോൺ എടുക്കാൻ പോകുന്നും വേണ്ട. സാധാരണ വൃത്തിയ തുണി ഉണ്ടാകും, ആ തുണി വൃത്തി രഹസ്യമൊന്നുമില്ലെങ്കിൽ ആ തുണിയിലാണ്ട് കഫൻ ചെയ്താൽ മതി. അതാണ് മിസ്അബിൻ ഉമൈറിന്റെ മയ്യത്ത് ചെയ്തത്. ആ തുണി കൊണ്ട് പൊതിഞ്ഞു, തികയാത്ത് ബാക്കി പുല്ല് കൊണ്ട് വെച്ച് കെട്ടി. ഇന്ന് ചെറിയ പൈസക്ക് കിട്ടും, അവിടെ പോയാൽ ലോക്കൽ തുണിയാണ്, ഒരു പ്രശ്നമൊന്നുമില്ല, ഓക്കെ വാങ്ങാൻ പറ്റുക നമുക്കത് അത് വാങ്ങാം. ഇത് ഏറ്റവും മിനിമം നമുക്ക് വേണ്ടത് ഒറ്റ തുണിയാണ്. ഏറ്റവും മിനിമം നിർബന്ധം വീടാൻ, ഫർള് വീടാൻ നമുക്ക് വേണ്ടത് ഒറ്റ തുണി. ആ തുണി കൊണ്ട് ശരീരമാസകലം പൊതിയുന്നു, ചുറ്റിപ്പൊതിഞ്ഞു, ഖലാസ് ബാധ്യത. അപ്പോൾ ഈ ഉടുത്ത തുണി അവിടെ വീട്ടിലുണ്ട്, അതെടുത്ത് നിവർത്തി അതിലേക്ക് മയ്യത്ത് കിടത്തി ഒന്നാകണ്ട് പൊതിഞ്ഞ് കൊണ്ടുപോയി മറവ് ചെയ്തു എങ്കിൽ കടമ കഴിഞ്ഞു, ശിക്ഷയിൽ നമ്മൾ ഒഴിവായി.
ആ തുണി ചെയ്തപ്പോൾ തികയുന്നില്ല, ബാക്കി ഭാഗം പുല്ല് വെച്ച് കെട്ടി, പേപ്പർ വെച്ച് കെട്ടി, എന്താണോ ഉപയോഗിക്കാൻ കിട്ടുന്നത് അത് വെച്ചു, എങ്കിലും നമ്മുടെ ബാധ്യത അവസാനിച്ചു. ഇനി സാധാരണ നമ്മൾ വാങ്ങുന്ന തുണികൾ ഒരു മയ്യത്തിൻ്റെ എല്ലാ നിലക്കും പരിപൂർണമായ കഫനുകളൊക്കെ ഇതിലുണ്ടാവും. അപ്പം 3 തുണിയാണ് നമുക്ക് വേണ്ടിവരിക. മൊത്തം വേണ്ടത് 3 തുണിയാണ്. ഒരു മയ്യത്ത് കഫൻ ചെയ്യാൻ മൊത്തം നമുക്ക് വേണ്ടത് 3 തുണിയാണ്. പിന്നെ അരവസ്ത്രമായി ഉടുക്കാൻ പറ്റാവുന്ന ഒരു പീസും വേണം. അങ്ങനെ 3.5 തുണിയാണ് നമുക്ക് മൊത്തം വരിക. അതിലൊക്കെ ഇതിലുണ്ടാവും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഏതാണ്ട് മയ്യത്തിനൊരു നീളം നോക്കുക. ചിലപ്പോൾ നീളം കുറഞ്ഞ ആൾക്കാരുണ്ടാകും, വലിയ നീളം മനുഷ്യന്മാരുണ്ട്. അപ്പം നമ്മൾ ആദ്യം മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താതാവും. അപ്പം മയ്യത്തിന് ഏതാണ്ട് നീളം നോക്കി അതിനേക്കാൾ വലിപ്പം കൂടെ കൂട്ടിക്കൊണ്ട് നമ്മൾ മുറിക്കുന്നു. അത് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ അങ്ങനെ പൂർണ്ണമായും നമുക്ക് അത്രയും നീളത്തിലുള്ള 3 പീസ് കിട്ടൂല എന്നാണെങ്കിൽ ഒരു പീസ് ഏതായാലും കുറച്ച് നീളത്തിലെടുക്കുക. ഏറ്റവും താഴെ വെക്കാനുള്ള പീസ് കുറച്ചധികം നീളത്തിൽ മുറിക്കുന്നു. രണ്ടാമത്തെ പീസ് കുറച്ച് നീളം കുറഞ്ഞാലും, കുറച്ചൊക്കെ കാലിൻ്റെ അവിടെ കമ്മി ഉണ്ടായാലും മറ്റേ പീസ് കൊണ്ട് അത് കവർ ചെയ്തിപ്പിക്കും. പക്ഷേ 3 നീളം കുറഞ്ഞാൽ അവസാനം കാല് പുറത്താകും. അപ്പോൾ അതുകൊണ്ട് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അതൊക്കെ പഴിച്ചു മുറിച്ചു ഒരു പ്രശ്നവുമില്ല. ഞാൻ മുറിച്ച് രണ്ടാമത് തുന്നി അതിനും കുഴപ്പമില്ല, അതൊന്നും തെറ്റുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ തുണി സാധാരണഗതിയിൽ ഒരേപോലത്തെ 3 പീസാക്കാൻ ഉണ്ടാവും. ഒന്ന് പിടിച്ചോക്കണേ, നീളത്ത് പിടിക്കുക. ഇത്രയും നീളത്തിലാണ് വരിക. അപ്പോൾ ഒരാളെ ഒരു നീളം സാധാരണ വരും നമ്മൾ എടുക്കുക. വേണ്ട, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ വലിപ്പത്തിൽ 2 കിട്ടി. ഇത് നമ്മൾ 3ാമത്തെ ഇതങ്ങോട്ട് പിടിക്കുന്നു. ബാക്കി എത്ര ഉണ്ട്? നമ്മൾ അരവസ്ത്രത്തിനും തികയും. അപ്പോൾ കണ്ടു, ഇങ്ങനെ ഏതാണ്ട് 3 പീസിൽ ഈ തുണി ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് കുറച്ച് നീളം കൂട്ടിയിട്ടും മറ്റു 2 കുറച്ച് നീളം കുറച്ചും ആയാൽ, നല്ല വലിയ നീളമുള്ള മനുഷ്യന്മാരൊക്കെ ആണെങ്കിൽ 6 അടി ഹൈറ്റുള്ള വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. എല്ലാവരും പിന്നെ പോലെ ചെറുതാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മുറിക്കാം. അപ്പോൾ ഇത് നമ്മൾ 3 പീസാക്കുന്നു. ആ ബാക്കിയുള്ളത് വേറെയും മുറിക്കുന്നു. മുറുക്കി കത്തിരി ഉണ്ടാവും. ഇവിടെ ചോളി അവിടെ മുറിക്കാണ്ടാവും. ഞാൻ ബാക്കിയുള്ളത് കൂടി മുറിക്കുക. നമ്മൾ ഈ നീളം കഴിച്ച് ബാക്കിയുള്ളത് തികയില്ല. അവിടെ അരവസ്ത്രത്തിന് അത് മതി. പ്രവർത്തിച്ചു. ഇപ്പം നമുക്ക് മൊത്തം ഒരേ നീളമുള്ള 3 തുണിയാണ് കിട്ടിയത്. ഒരേ നീളത്തിൽ 3 തുണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കഫൻ തുണി. ഇനി അതിൽ ഒരു അരവസ്ത്രമായി ഉപയോഗിക്കാവുന്ന ഒരു പീസ് ബാക്കിയുമുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വിരിക്കണത്. വേണ്ടത് 3 തുണി ആദ്യം വിരിച്ചു. 3 തുണി നമ്മൾ ഒരേ അളവ് വിരിച്ചു. ഏതാണ്ട് മധ്യഭാഗത്ത് വരുന്ന രൂപത്തിൽ നമ്മൾ ഇതും വിരിച്ചു. അപ്പോൾ ഇനി ഇതിലേക്കാണ് മയ്യത്ത് കെടുത്തുക. അപ്പോൾ മയ്യത്ത് ഇതിലേക്കാണ് കൊടുത്ത് കെടുത്തിയാൽ അരവസ്ത്രം ആദ്യം ഉണ്ടാവും. അതിന് കണക്കാണിപ്പോൾ. ഇനി ഈ അരവസ്ത്രം ചെയ്യേണ്ടത് സാധാരണഗതിയിൽ ഒന്ന് ഇവിടെ കെട്ടാനാണ്. നമ്മൾ ഈ ഭാഗം കെട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിനിപ്പോൾ ഇല്ലയെന്നൊരു കുഴപ്പമൊന്നുമില്ല. ഇതൊന്നുമില്ല, ഈ 3 തുണിയെ മാത്രം ഒരാൾ പൊതിഞ്ഞ് പ്രശ്നമൊന്നുമില്ല. ഇത് ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി മാത്രമാണ്. എന്തെങ്കിലും ഒരു പിന്നീട് മൂത്രമോ അല്പം കാഷ്ടമോ ഒക്കെ അഥവാ എല്ലാം കഴിഞ്ഞ് നമ്മൾ കഫൻ ചെയ്യുമ്പോൾ വന്നാൽ ഈ എല്ലാ തുണിയും കൂടി എരപ്പാകാതിരിക്കാൻ വേണ്ടി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞ് എല്ലാം ക്ലിയറാക്കിയ ശേഷം അല്പം വല്ലതൊക്കെ വന്നാൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അങ്ങനെ തന്നെ കഫൻ ചെയ്ത് പോകാം. അപ്പോൾ ആ കഫൻ തുണി മൊത്തം ചിലപ്പോൾ ഈ കാഷ്ടത്തിന് അടയാളം വന്നു, ആകെ സ്മെല്ല് വന്നു, അതില്ലാതിരിക്കാൻ ഒരു മുൻകരുതൽ മാത്രമാണ് ഇത്. അപ്പോൾ ഇതിലേക്കാണ് മയ്യത്ത് കിടത്തുക. ആ മയ്യത്ത് കിടത്തുമ്പോൾ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ ഉണ്ട്, മയ്യത്തിന് ഉള്ളിൽ മടക്കണം 2 കാലിൻ്റെ ഇടയിൽ കൂടി. അതിന് പറ്റാവുന്ന വിധത്തിൽ നമ്മൾ ഇവിടെ ഒന്ന് കുറച്ച് ചീന്തി കൊടുക്കേണ്ടി വരും. ഇതാ കുറച്ച് ഭാഗം, അധികമൊന്നും വേണ്ട. ഇങ്ങനെ കീറി കൊടുത്താൽ ഇപ്പം മയ്യത്ത് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് ഇതൊരു അരവസ്ത്രം പോലെ ധരിക്കാൻ.
ഒന്നുകൂടെ കിടക്കുമോ? അതെ. ഇപ്പം നമ്മൾ 3 തുണി ആദ്യം വിരിച്ചു, മേലെ 4ാമത്തെ തുണിയായിട്ട് ഈ അരവസ്ത്രം ലങ്കോട്ടി പോലെ ഉപയോഗിക്കാവുന്ന ഇതും വിരിച്ചു. എന്നിട്ടാണ് മയ്യത്ത് അതിലേക്ക് കിടത്തുന്നത്. അപ്പോൾ സാധാരണ ഇപ്പം മാറ്റി ചെയ്യിച്ചാൽ മയ്യത്തോടെ കുളിപ്പിക്കുമ്പോൾ അപ്പുറത്തൊരാൾ ഇത് റെഡിയാക്കി വെക്കും, സമയം ലാഭിക്കാൻ വേണ്ടി മാത്രം, വേറൊന്നുമില്ല. മയ്യത്തോടെ കുളിപ്പിക്കുന്നു, കഫത്തുണി അപ്പുറത്ത് വരുന്നപ്പോൾ മുറിച്ചെല്ലാം റെഡിയാക്കി അവർ വെക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ മയ്യത്ത് കെട്ടാനുള്ള പീസ് കിട്ടുകയും നിൽക്കുക, ഇനി അല്ലെങ്കിൽ വേറെ എടുക്കുക, അതൊന്നും വിഷയമില്ല. ഇത് ചിന്തെങ്കിലേ പറ്റുള്ളൂ എന്നോ വേറെ ഒരു കയറ് പറ്റില്ല എന്നോ അത് വായൻ്റെ 4 എടുത്തിട്ട് കിട്ടിയാലും അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കഫന്ന് റെഡിയാക്കി ഉള്ളിൽ തരും. സാധാരണ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുളിപ്പിച്ച് മയ്യത്തൊക്കെ തോർത്തി ആ കട്ടിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എല്ലാം റെഡിയായി കഴിഞ്ഞാൽ ആ കഫൻ തുണി ഇതേപോലെ റെഡിയാക്കി ഇങ്ങനെയാണ് തരിക. അപ്പുറത്ത് കഫൻ തുണി തരുമ്പോൾ ഇങ്ങനെ ഈ 4 പീസും വെച്ചിട്ടായിരിക്കും അവിടെ തരിക. അപ്പോൾ അത് നമ്മൾ ആ കട്ടിലേക്കാണ് വെക്കുന്നു. ഈ കഫൻ തുണി കട്ടിലേക്ക് ഇങ്ങനെ വെക്കുന്നു. ഒന്നുകിൽ കുളിപ്പിച്ച കട്ടിൽ അല്ല, ഇനി വേറെ കട്ടിൽ റെഡിയാക്കി വെച്ച് മയ്യത്ത് അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ അതും വിരോധമില്ല. എന്നിട്ട് മയ്യത്തെടുത്ത് നേരെ നമ്മളതിലേക്ക് വെക്കുന്നു. ഇനി നമ്മൾ കഫൻ ചെയ്യുക. അപ്പോൾ ഈ കഫൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ വെച്ചാൽ ഈ പീസ് ഉണ്ട്, ഇതിങ്ങനെ പിടിക്കുക, ഇതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇവിടെ നമ്മളതിൻ്റെ ഒരു ചീന്ത കഷ്ണം ബാക്കി ഉണ്ടാവും. ഇത് ഇങ്ങനെ കെട്ടാനും പറ്റും. ആ ചീന്തെല്ലാം വെച്ചതാണ്. ഇങ്ങനെ ചീന്തി കഴിഞ്ഞാൽ ഇതിവിടെ വെച്ചു, നമ്മളിവിടെ ഭദ്രമായി കെട്ടി. ഇനി നീങ്ങിപ്പോവില്ല. വേണമെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പഞ്ഞിയും വെക്കാം. അങ്ങനെ വല്ലതൊക്കെ വരാൻ സാധ്യതയുണ്ട് തോന്നുന്നുവെങ്കിൽ ഉള്ളിൽ കുറച്ച് പഞ്ഞൊക്കെ വെച്ച് ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ലങ്കോട്ടി പോലെ ആയി. അപ്പോൾ ഇനി എന്ത് വന്നാലും അദ്യമ കഴിയും. അല്പം കാഷ്ടം വന്നു, അല്പം മൂത്രം വന്നു, അതൊന്നും മറ്റ് കഫൻ തുണിക്കൊന്നും ബാധിക്കുകയില്ല. അതിനു വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമ്മൾ കഫൻ ചെയ്യണം. കഫൻ ചെയ്യുമ്പോൾ നമ്മൾ വലതുഭാഗത്താണ് കഫൻ ആരംഭിക്കേണ്ടത്. അപ്പോൾ ഈ 1ാമത്തെ തുണി, ഒന്നാമത്തെ തുണി നമ്മളിങ്ങനെ പിടിക്കുന്നു. അത് നമ്മൾ ഇത് വെച്ചത് കറക്റ്റ് ആകത്തുകൊണ്ടാണ്. വലതു ഭാഗത്തുനിന്ന് ഇടത്തോട്ട് നമ്മൾ മടക്കി അതിൻ്റെ ഈ ഭാഗം, 2ാമത്തെ ഭാഗം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും മടക്കി. അപ്പോൾ ഇത് ശരിക്കാണ്ട് നിൽക്കും. ഈ തുണി വീതി ഉണ്ടാവും, എന്തെങ്കിലും ഒന്നും അറിയില്ല. എന്നാലും അപ്പം ഇങ്ങനെ വീതി കുറയും തോന്നുകയാണെങ്കിൽ ചെയ്യാൻ പറ്റിയ പണി, ഒരു തുണി അല്പം അങ്ങോട്ട് കയറ്റുന്നു, മറ്റൊരു അല്പം ഇങ്ങോട്ടും കയറ്റുന്നു. അതിൽ ഇങ്ങനെ നല്ല തലയുള്ള ആൾക്കാരാണ് തുണി വീതി പോരാ എന്ന് തോന്നുകയാണ് എങ്കിൽ ഒരു തുണി നമ്മൾ കുറച്ച് ഈ ഭാഗം അങ്ങോട്ട് കയറ്റുക, 2ാമത്തെ തുണി കുറച്ച് ഇങ്ങോട്ടും കയറ്റുക. അപ്പോൾ ഈ മേലെ വരുന്നത് കവർ ചെയ്ത് പോകും. മറ്റിപ്പോൾ എല്ലാം ഇവിടെയാണ് ഗ്യാപ്പ് വരിക. നമ്മൾ ഒരേ മല വെക്കുമ്പോൾ എല്ലാം ഇവിടെയാണ് ഗ്യാപ്പ് വരിക. അത് വരാതെക്കാൻ വേണ്ടി ഒരു തുണി നമ്മൾ കയറ്റുന്നു. അപ്പോൾ കുറച്ച് ഭാഗം ഇങ്ങോട്ട് കയറിക്കും. 2ാമത്തെ തുണി നമ്മൾ വീണ്ടും വലത് ഭാഗത്ത് എടുക്കുന്നു. വലത്തുനിന്ന് എടുത്തു, ഇടത്തുനിന്ന് എടുത്തു. 2ാമത്തെ തുണി അതേപോലെ വലത്തുനിന്ന് ഇങ്ങോട്ട് എടുത്തു. അത് കഴിഞ്ഞാൽ നമ്മൾ ഇടത്തുനിന്ന് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് എടുത്തു. പിന്നെ 3ാമത്തെ തുണി വലത്തുനിന്ന് എടുത്തു. അപ്പോൾ ആ 3ാമത്തെ ഇതിന് മേലെ കയറിക്കും. ഈ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇതിങ്ങനെ വരുമ്പോൾ അതിന് മേലേക്ക് കയറി നിൽക്കും. വേണമെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് കാണിച്ചു കൊടുക്കും. ഒന്നും കൂടി ഇത് ലേശം നീക്കാൻ മതി. ഒന്നും കൂടി എണീക്ക്. അവിടെ തുണി ഒന്നാണ് കയറ്റി കുറച്ച്, അതാണ് കയറ്റുക, ഒന്നും കണ്ടും കയറ്റുക. ഇതാ ആണ് നീട്ടി. യെസ്, നമ്മൾ നേരത്തെ ചെയ്തൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. നമ്മൾ ലങ്കോട്ടി എടുത്തു, അതിൻ്റെ ബാക്കി കൊണ്ട് കെട്ടി. ഞാൻ അത് മടക്കി വലത്തേ ഭാഗത്തുനിന്ന് അത് മടക്കി അതിൻ്റെ ബാക്കി ഭാഗം ഇപ്പോൾ ഇവിടെ വീതി കുറവായതുകൊണ്ട് അത് ഇവിടെയാണ് വരിക. അപ്പോൾ അത് കാണുന്നില്ല. ഇനി 2ാമത്തെ തുണി നമ്മൾ അവിടുന്ന് മടക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അല്ലേ?
രണ്ടാമത്തെ ഉള്ളിൽ പോയിക്കണ്. ഓക്കെ, അതിൽ ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഇതങ്ങനെ വരും, അതിന് മേലേക്ക് വന്നു, നല്ല ടൈറ്റാക്കി വെക്കുക. പിന്നെ മൂന്നാമത്തെ അവിടുന്ന് വീണ്ടും വലത് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നു, അതിന് മേലെ ഇടത് ഭാഗം വരുന്നു. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണം. എന്താണെന്ന് വെച്ചാൽ അഥവാ ഒരൽപ്പം നീങ്ങിയാൽ മയ്യത്തെ ശരീരഭാഗങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഒന്ന് ഇങ്ങോട്ട് മടക്കി മറ്റതിൻ്റെ മേലേക്കാണ്ട് മടക്കി, വീണ്ടും അതിൻ്റെ മേലേക്ക് മടക്കി, ഇതിൻ്റെ മേലേക്ക് മടക്കി, വീണ്ടും അതിൻ്റെ മേലേക്ക് മടക്കി, ഇതിൻ്റെ മേലേക്ക് മടക്കി. അപ്പോൾ ഇൻ കേസ് ഒരു തുണിയൊക്കെ നീങ്ങിയാൽ പോലും ആ മയ്യത്തെ ശരീരഭാഗങ്ങളൊന്നും കാണില്ല. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ പിന്നീട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി എടുത്ത് വെക്കുമ്പോൾ കബറിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് നീങ്ങിക്കഴിഞ്ഞാൽ പെണ്ണിൻ്റെ ശരീരഭാഗം അന്യപുരുഷന്മാർ കാണാൻ സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം 3 തുണി കൊണ്ട് നമ്മൾ പൊതിഞ്ഞു. എന്നിട്ട് സ്വാഭാവികത്തും 2 ഭാഗത്തും ബാക്കിയുണ്ടാവും. തലേൻ്റെ ഭാഗത്തും ബാക്കിയുണ്ടാവും, അതേപോലെ കാതിൻ്റെ ഭാഗത്തും ബാക്കിയുണ്ടാവും. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഭാഗം നമ്മൾ പിടിച്ചിട്ട് ഇവിടെ കെട്ടുന്നു. അതേപോലെ കാതിൻ്റെ ഭാഗം ബാക്കിയുണ്ടാവും, അതും കെട്ടുന്നു. അങ്ങനെ കൂടുതൽ 2 ഭാഗത്തും ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലത് തലേൻ്റെ ഭാഗത്തേക്ക് അധികമാക്കുക. കാരണം നബി പറഞ്ഞ ഹദീസ് കഫൻ ചെയ്തപ്പോൾ തലഭാഗം മുതൽ മൂടുക, കാതിൻ്റെ ഭാഗം കുറവുള്ളത് പുല്ല് വെക്കുക എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തലൻ്റെ ഭാഗമാണ് നമുക്കവിടെ എപ്പോഴും മുൻകൂർ നൽകുക. അപ്പോൾ കുറച്ചധികം അങ്ങോട്ട് ഇടുക. ഇവിടെയും നമ്മൾ ബാക്കിയുണ്ടാകും, അത് പിടിച്ച് നമ്മൾ ഇവിടെ കെട്ടുന്നു. തലൻ്റെ ഭാഗം അവിടെയും കെട്ടുന്നു. നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ കെട്ട് മാത്രം. 3 കെട്ട് മയ്യത്തിന് വേണം നിർബന്ധമൊന്നുമില്ല. 3 കെട്ട് കെട്ടിയാലേ മയ്യത്താവുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഓലക്കൊടി വരെ അമ്മമാർ 3 കെട്ടിട്ട് അയക്കൂല. ഓലക്കൊടി വരെ നമ്മൾ ആഞ്ഞിട്ട് കെട്ടുമ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയാം 3 കെട്ടിട്ടുണ്ടോ, ഒന്നെങ്കിൽ 4 ആക്കിയാൽ 2 ആക്കിയാൽ അറിയാം. അപ്പോൾ അത് മയ്യത്തിനെ കെട്ടാന്നുള്ളത് തോന്നലാണ്. അപ്പോൾ അത് സൗകര്യത്തിന് വേണ്ടി മാത്രം. ഇനിയിപ്പോൾ ഭയങ്കര തടിയുള്ള മനുഷ്യന്മാരാണ്, ഇത് പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ 4-ാമത്തെ 5-ാമത്തെ കെട്ടാം, അതിന് പ്രശ്നമൊന്നുമില്ല. നല്ല തടിയുള്ള ആളുകൾ കഫൻ തുണി അതുകൊണ്ട് കറക്റ്റ് എത്തുന്നില്ല, ചിലപ്പോൾ തുണി നീങ്ങാനൊക്കെ സാധ്യത കാണുന്നു എങ്കിൽ വേണമെങ്കിൽ ഒരു 4 കെട്ട് അല്ലെങ്കിൽ 5 കെട്ട് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കങ്ങനെ ആവാം. അപ്പം 3 കെട്ട് സൗകര്യത്തിന് വേണ്ടി മാത്രം. 1 കെട്ട് അവിടെ കാലിൻ്റെ ഭാഗത്ത്, 1 കെട്ട് തലയുടെ ഭാഗത്ത് വന്നു, 1 കെട്ട് നടുവിലും വന്നു. ഇങ്ങനെ 3 കെട്ടായ സാധാരണഗതിയിൽ ഒരാളുടെ ശരീരം അതിനുള്ളിൽ ഭദ്രമായി നിൽക്കും. ഇതാണ് കഫൻ ചെയ്യേണ്ടുന്ന പരിപൂർണമായ രൂപം. നേരത്തെ പറഞ്ഞാൽ പോലെ ഇതൊന്നുമില്ല, ഒറ്റ തുണി കെടുത്തി ആ തുണി തന്നെ പൊതിഞ്ഞു കൊണ്ടുപോയി മറവ് ചെയ്താൽ നമ്മുടെ ബാധ്യത വീടും. പരിപൂർണമായ കാമിലായ കഫൻ എന്ന് പറയുന്നതാണ് ഈ 3 വസ്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കഫൻ തുണി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, ഇതാണ് നമുക്ക് ബാധ്യതയായിട്ടുള്ള 2 കാര്യങ്ങൾ. അത് വളരെ സിമ്പിളാണ്, ഒരു ആശങ്കയും അതിനാവശ്യമില്ല. ഞാൻ അതിലൊക്കെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീങ്ങി എന്തെങ്കിലും ആയിപ്പോയി അതോടൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. നമ്മുടെ ഫർള് വീടാൻ ചെയ്യേണ്ട എന്താണോ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നു. അപ്പം നമ്മളെ ആളുകൾ മരിച്ചാൽ തീർച്ചയായും തൗഹീദുള്ള മനുഷ്യന്മാർ തന്നെ അവിടെ കൈകാര്യം ചെയ്യാൻ ഉണ്ടാവുക എന്ന് പ്രധാനമാണ്. അവിടെ നിന്നും അറിയാത്ത ആളുകൾ കയറി വന്ന് ഓലെ കുറേ ഖുറാഫാത്തും കുറേ ബിദഅത്തും എല്ലാം കൊണ്ടുവന്ന് കണ്ട് അങ്ങനെ അല്ല നമ്മുടെയൊക്കെ മയ്യത്തുകളെങ്കിലും കൈകാര്യം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട മഹല്ലുകളിൽ നമ്മുടെ ആളുകൾ അതൊന്നും ഇല്ലാത്ത ഒറ്റപ്പെട്ട മഹല്ലുകളൊക്കെ ഉണ്ടാവും. അവിടെ പലപ്പോഴും അല്ലാത്തവർ വന്ന് കൈകാര്യം ചെയ്യും. എന്നാൽ അവിടെയുള്ള ബിദഅത്ത് മുഴുവനും അതിൻ്റെ ഭാഗമായി കൊണ്ടുവരും. അവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ടീമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏറ്റെടുക്കാനും അത് സുന്നത്ത് പ്രകാരം ചെയ്യാനും നമുക്ക് സാധിക്കും. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കുക. സ്ത്രീകൾക്ക് നമുക്ക് അതിനെ കൂടെ മക്കനയും അതേപോലെ ഒരു നീളം കുപ്പായം, നിസ്കാര കുപ്പായവും ധരിക്കുക. അത് സ്വഹാബി സ്ത്രീകൾക്ക് ചെയ്തായിട്ട് വന്നിട്ടുണ്ട്. ആ 5 എണ്ണായി, അതടക്കം 5 എണ്ണായി. ആദ്യം നിസ്കാര കുപ്പായം ഇടുന്നു, മക്കന ഇടുന്നു, പിന്നെ 3 തുണിയിൽ പൊതിയുകയും ചെയ്യുന്നു. അത് സ്വഹാബി സ്ത്രീകൾ ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് അങ്ങനെ. പിന്നെ മയ്യിത്ത് നിസ്കാരം നമുക്ക് അറിയാം, 4 തക്ബീറാണ്. ആ ഓരോ തക്ബീറിലും ദുആ ഉണ്ട്. പിന്നെ സ്ത്രീ ആണെങ്കിൽ മധ്യഭാഗത്ത് ഇമാം വെക്കുക, പുരുഷനാണെങ്കിൽ തലേൻ്റെ ഭാഗത്ത് ഇമാം വെക്കുക. മയ്യത്ത് കിടത്തിയിട്ട് ആ മയ്യത്തിൻ്റെ നടുവിലാണ് സ്ത്രീകൾക്കാണെങ്കിൽ ഇമാം നിൽക്കേണ്ടത്. പുരുഷനാണെങ്കിൽ തലയുടെ ഭാഗത്താണ് ഇമാമ് നിൽക്കേണ്ടത്. എത്ര ആളാണ് നിസ്കരിക്കാനുള്ളതെങ്കിലും ഉള്ളവർ 3 സ്വഫാവുക എന്ന സുന്നത്താണ്. ഒരാകെ 6 ആളുള്ളൂ, എന്നാൽ ഈ 2 3 സ്വഫ്. കാരണം 3 സ്വഫ് ഒരാൾക്ക് വേണ്ടി നിസ്കരിച്ചാൽ അവിടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന ഹദീസുണ്ട്. അപ്പോൾ ആ ഹദീസ് പ്രകാരം പണ്ഡിതന്മാരെ പറയും ഉള്ള ആളുകൾ 3 സ്വഫായി നിൽക്കുക. അല്ലെങ്കിൽ സ്വഫ് ഫുള്ളായിട്ട് മറ്റു നിൽക്കുന്നതിനേക്കാളേറെ ഉള്ള ആളുകൾ എത്രയാണെങ്കിലും അവർ 3 സ്വഫായി നിന്നുകൊണ്ട് അവർ നിസ്കരിക്കുക എന്നത് ഈ ഹദീസിൻ്റെ ഒരു ബാഹ്യാർത്ഥ പ്രകാരം പണ്ഡിതന്മാരൊക്കെ എടുത്തു പറഞ്ഞ
ഒരു കാര്യമാണ്. പിന്നെ ഖബറിലേക്ക് ഇറക്കലാണ്. സ്വാഭാവികമായി നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഖബർ തയ്യാറായിട്ടുണ്ടാവും. ഖബറും തന്നെ ഒരാളുടെ മയ്യത്ത് ആദരിക്കപ്പെടാനാണ് ഖബർ. അവിടെയും ഇവിടെയും കിടന്ന് അതാകെ ചീഞ്ഞളിഞ്ഞ് പോകാൻ പാടില്ല. മുസ്ലിമിൻ്റെ മയ്യത്തിന് ഒരു ഹുർമത്തുണ്ട്. അതോടൊപ്പം ജീവിച്ചിരിപ്പുള്ള ആളുകൾക്ക് ഈ മൃതശരീരം ചീഞ്ഞ് അലിഞ്ഞ് അതിന് ദുർഗന്ധം വന്ന് പ്രയാസം വരാൻ പാടില്ല. മൂന്നാമത് വന്യജീവികളൊക്കെ ഇത് മാന്തി ആ ശരീരം തിന്നുപോകാനും ഇടയാവാൻ പാടില്ല. അതിൽ നിന്നും മറക്കാവുന്ന ഒരു കുഴി, അതാണ് മിനിമം ഖബർ. മിനിമം ഖബർ അതാണ്. ഇയാളെ മയ്യത്ത് അതിൽ മറച്ചു വെക്കണം. ബാക്കിയുള്ള ആൾക്ക് പുറത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് വരാൻ പാടില്ല. വന്യജീവികൾ ഒക്കെ രാത്രി വല്ല കുറുക്കന്മാരോ ചെന്നായ്ക്കളോ ഒക്കെ വന്ന് അതൊക്കെ മാന്തി ആ മയ്യത്ത് ഭക്ഷിക്കാൻ അല്ലെങ്കിൽ മോട്ടാക്കൾ കൊണ്ടുപോകാൻ ഒന്നും നിമിത്തമാകാനും പാടില്ല. അതിനൊക്കെ തടയുന്ന ഒരു കുഴി, അതെങ്ങനെയാണോ അത്, ആ ആഴമാണ് മിനിമം നിർബന്ധമുള്ളത്. മാക്സിമം എന്ന് പറയുന്നത് സാധാരണ ഫിഖ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഒരാളും അയാളുടെ കൈയൊന്നാണ്. ഒരാൾ ഇറങ്ങി നിന്ന് കൈ പൊന്തിച്ചാൽ ഉള്ള ഒരു ഹൈറ്റ്, അതാണ് ഒരു പരിപൂർണമായ കുഴി എന്ന് പൊതുവെ ഫുഖഹാക്കളൊക്കെ പറഞ്ഞു കാണുന്നു. അത് പരിപൂർണമായ ഖബർ. ഇനിയിപ്പോൾ അത്ര ആഴില്ലാത്തതിന് നമ്മൾ കച്ചറ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നിലക്കുള്ള ഖബർ ആയിക്കഴിഞ്ഞാൽ അത് മതി. അത് ഓരോ നാട്ടിലും മണ്ണിനനുസരിച്ച് ഉള്ള ഘടകങ്ങളൊക്കെ അതിലാവാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ 2 ഖബർ ഉണ്ടാവാം. ഒന്ന് കുറച്ച് വീതി കളക്കും, പിന്നെ ഔത്തേ ഖബർ എന്ന് പറഞ്ഞിട്ട് ഉള്ളിക്ക് പിന്നെ ഒന്ന് വീതി കുറച്ച് അതാവാം. ചില സ്ഥലത്തൊക്കെ നേരെ കളിച്ചിട്ട് സൈഡിലേക്ക് ഇറക്കും. കാരണം ഈ വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ വന്യജീവികളുടെ ശല്യമുള്ള സ്ഥലങ്ങൾ, പിന്നെ മയ്യത്തൊന്നാകെ ഒലിച്ചു പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് ഖബറായിട്ട് അങ്ങനെയും വെക്കാറുണ്ട്. അത് വിരോധമില്ല. പിന്നെ ഖബർ മൂടിക്കഴിഞ്ഞാൽ ഒരു ചാണാണ് ഖബറിൻ്റെ ഉയരം. ഒരു ചാണായിക്കഴിഞ്ഞാൽ മുകൾ ഭാഗം പരത്തുക. പരത്തലും കൂർപ്പിക്കലൊക്കെ ഫിഖിൽ ചർച്ചകളുണ്ട്. ഒരു ചാണ ഉയർത്തിയ ശേഷം മേലെ ഭാഗം ഇങ്ങനെ കൂർപ്പിക്കാണോ വേണ്ടത്, അല്ല മേലെ പരത്താണോ വേണ്ടത്? പരത്തലാണ് കൂടുതൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യം. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. ബാർബർമാരെ അറിയില്ല, അങ്ങനെയൊന്നും പ്രത്യേകിച്ചില്ല. മയ്യത്ത് ആർക്കും കുളിപ്പിക്കാം. ഇല്ല, അതിനാവശ്യമില്ല. ഈ നഖം വെട്ടുക, മീശ വെട്ടുക, അതാണ് പ്രത്യേകം പറഞ്ഞത്. പഞ്ഞി വെക്കൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമല്ല. മൂക്കിന് പഞ്ഞി വെക്കുക, അവിടെ ഒന്നാകം പഞ്ഞി വെക്കുക, അങ്ങനെ പഞ്ഞി വെക്കൽ ഇതിൻ്റെ ഭാഗമൊന്നുമല്ല. ഒരു ആവശ്യമുണ്ടെങ്കിൽ വെക്കുക. അപ്പോൾ രക്തം വരുന്നുണ്ട്, ഇപ്പം ബ്ലഡ് ക്യാൻസറൊക്കെ പിടിച്ച് മരിച്ചതാക്കി ചിലപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ രക്തം വരും. അങ്ങനെയൊക്കെ രക്തം വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പഞ്ഞി വെച്ച് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കഫൻ്റെ ഭാഗമൊന്നുമല്ല പഞ്ഞി വെക്കൽ. ഇന്ന് പ്രാവശ്യം വെറുതെ മയ്യത്ത് മരിച്ചു കേൾക്കുമ്പോൾ തന്നെ കാണാം മൂക്കിലൊക്കെ പഞ്ഞി വെച്ചാണ്ട് മയ്യത്ത് കാണുമ്പോൾ തന്നെ ആ കോലത്തിലെ കാണാം. അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു മുറിവുണ്ടായിരുന്നു, അതിന് രക്തം വരാൻ സാധ്യതയുണ്ട്, മരിച്ചാലും ചിലപ്പോൾ ചില മയ്യത്തുണ്ടാവാം. ചില രോഗങ്ങളുടെ ഭാഗമായി, ചില കഴിച്ച മരുന്നിൻ്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ മരിച്ചാലും നിശ്ചിത സമയം രക്തം വരും. ചിലപ്പോൾ ചില ഡോക്ടർമാർ പറയും പെട്ടെന്ന് മറയിലാണ്, കൂടെ വെച്ചാൽ വല്ല പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വരും. അങ്ങനത്തെ കേസിലൊക്കെ ആവശ്യമുണ്ടെങ്കിലാണ് ദ്വാരങ്ങളിലൊക്കെ പഞ്ഞി വെക്കുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. അത് ദ്വാരങ്ങളിൽ അങ്ങനെ വരാൻ സാധ്യതയുള്ള സ്ഥലത്ത്, അല്ലാതെ ഒന്നാകെ പഞ്ഞി വെച്ച് ബാക്കി പഞ്ഞൊക്കെ പണം മുഖത്ത് വെച്ചിട്ടൊന്നും അങ്ങനെയൊന്നും വെക്കേണ്ട കാര്യം ഇല്ല. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഷാവുൽ എന്താ പറഞ്ഞ്? മറവ് ചെയ്യുമ്പോൾ മേലെ തുണി പിടിക്കലുണ്ട്. അത് അറിയപ്പെട്ടിടത്തോളം ആദ്യമായി വന്ന് താപിഴങ്ങളുടെ കാലത്താണ്. അത് പിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം പിടിച്ചത് ഒരു സ്ത്രീയുടെ മയ്യത്ത് വന്നു. ഒറ്റ തുണിയിലാണ് ആ സ്ത്രീയെ കഫൻ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ആ കഫൻ തുണി നീങ്ങാൻ ഒരു സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ, അഥവാ നീങ്ങുകയാണെങ്കിൽ കൂടിയ ആളുകൾ ആ ശരീരം കാണാതിരിക്കാൻ വേണ്ടി ഒരു തുണി ഇങ്ങനെ മേലെ പിടിച്ചു. അതാണ് അതിലുള്ള ഒരു ഏറ്റവും പഴയ ഒരു രേഖ താപിഴങ്ങളുടെ കാലത്ത്. ഇവിടെ ഇപ്പോൾ തുണി പിടിച്ച് എല്ലാവരും കൂടി ഉള്ളുകൊക്കെ ചെയ്യുക, തുണി മേലെ പിടിച്ച് എല്ലാവരും കൂടി ഖബർക്ക് നോക്കിക്കും. പിന്നെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ അത് ആകാശം കാണാൻ വെക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയുള്ള വകുപ്പും കൂടി നമ്മൾ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതല്ല, ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒരു തുണി പിടിക്കാം. ഒരു മയ്യത്ത് കൃത്യമായി നമുക്ക് കഫൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ശരീരഭാഗങ്ങളൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു മയ്യത്താണ് എങ്കിൽ
കൂടുതൽ ആൾ കാണണ്ട, ഖബർക്ക് ഇറക്കണം മാത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഓനെ ശ്രദ്ധയിൽപ്പെട്ട വല്ലാത്ത ഒരാളും ശരീരഭാഗത്ത് സ്ത്രീകളൊക്കെ ആണെങ്കിൽ, പുരുഷനാകുമ്പോൾ പ്രശ്നമില്ല, സ്ത്രീകളെ മയ്യത്തൊക്കെ ആണെങ്കിൽ പുരുഷൻ്റെ ഗുഹ്യസ്ഥാനം കാണാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് കാഴ്ചയിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് തുണി താപഴികളിൽപ്പെട്ടൊരു മയ്യത്ത് വന്നപ്പോൾ പിടിച്ചു എന്ന് ചില കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് പിന്നെ അതങ്ങനെ താവഴിയായി പോകുന്നപ്പോൾ അതിന് നിർബന്ധ ഘടകമായി അത് മാറിയത്. അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് സുന്നത്ത് ഇല്ല. കവിളാണ് പറയുന്നത്. കവിള് ഓപ്പണാക്കി വെക്കുക എന്നതിന് ശരിക്കും മാതൃക ഇല്ല. മയ്യത്ത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. തുണി കെട്ടഴിച്ച് ഇവിടെ തുറന്ന് കവിള് മണ്ണിനോട് ചേർത്തി വെക്കുക എന്ന് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അവിടെ മണ്ണ് വെച്ച് കൊടുക്കുക, കവിള് മണ്ണിനോട് ചേരുക, അങ്ങനെയൊന്നും പ്രത്യേകിച്ച് നബിയുടെ ഒരു അധ്യാപനം ആ വിഷയത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള, അതേപോലെ സൗദി അറേബ്യയിലെ ലജ്ന ദായിമ, അവിടുത്തെ പണ്ഡിത സഭ അടക്കമുള്ളവരൊക്കെ നൽകിയ ഫത്വകളിൽ ഒരാവശ്യവുമില്ലെങ്കിൽ അങ്ങനെ അത് തുറക്കന്നെ വേണ്ട. അങ്ങനെ അസുല് ആ കഫനോടുകൂടി അയാളെ ഖബറിലേക്ക് വെക്കുക എന്നതാണ് അവരൊക്കെ പറഞ്ഞു കാണുന്നത്. അല്ലാതെ അതൊരു പ്രത്യേക സുന്നത്തോ അതിന് ഒരു ഭാഗമോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത് തുറക്കേണ്ടതില്ല, അഴിക്കേണ്ടതില്ല, കവിളിൽ മണ്ണിനോട് ചേർത്ത് വെക്കേണ്ടതും ഇല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മയ്യത്ത് ഇപ്പോൾ ഇന്ന രൂപത്തിൽ കിടത്തുന്ന പ്രത്യേകിച്ച് അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അത് കബറ് വലിപ്പം ചരിക്കലുണ്ട്, മുഖം കിബിലയുടെ ഭാഗത്തേക്ക് ആകാൻ വേണ്ടി. അതും നേരത്തെ പറഞ്ഞ മുൻഗാമികൾ മുതൽ ചെയ്തു പോന്നിട്ടുണ്ട്, ആദ്യകാലം മുതൽ അങ്ങനെ മുസ്ലിമുകൾ ചെയ്തു പോന്നിട്ടുണ്ട്. പക്ഷെ അതിൽ പ്രത്യേകിച്ച് അങ്ങനെ അതാണ് സുന്നത്ത് എന്ന് പറയാനുള്ള തെളിവുകളൊന്നും അങ്ങനെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. പക്ഷെ ആദ്യകാലം മുതൽ മുസ്ലിമുകൾ അങ്ങനെ ചെയ്തു പോരുന്നു. ഫിഖിലൊക്കെ അങ്ങനെ ഒരു ഭാഗമായി പറഞ്ഞു പോരുന്നു. ആ നിലക്ക് മുഖം കൊണ്ട് കബറിലേക്ക് തിരിയുക. നമ്മുടെ നാട്ടിൽ തെക്ക് വടക്കാണ് കബർ കുഴിക്കുക. അപ്പോൾ തെക്ക് വടക്ക് കെടുത്തി ഒരൽപ്പം ചലിച്ചു കഴിഞ്ഞാൽ മുഖം കൊണ്ട് കബറിലേക്ക് അഭിമുഖമാകാം. അതിനു വേണ്ടിയാണ് അല്പം ചലിച്ച് ആ സൈഡിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു തടവും കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം കബറിലേക്ക് തിരിഞ്ഞാവും എന്ന നിലക്കാണ് അതങ്ങനെ ചെയ്തു പോകുന്നൊരു രീതിയാണ്. പിന്നെ മണ്ണിടല്, പിന്നെ മണ്ണിടണ്ടല്ലോ, 3 മണ്ണിടുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ചല്ലല് സുന്നത്തായിരുന്നു. മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി ഖബറ് മറവ് ചെയ്യുമ്പോൾ 3 പിടി മണ്ണ് ഇടുക എന്നത് കൂടി നിൽക്കുന്ന ആളുകൾക്ക് സുന്നത്താണ്. അവിടെ അതെല്ലാവരും ഈ മറമാടലിൽ ഭാഗവാക്കാവുക, അതാണ് എൻ്റെ ഒരു തത്വമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അവിടെ പ്രത്യേകം ചൊല്ലൽ സുന്നത്തില്ല. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന് ചൊല്ലണമെന്നൊരു ഹദീസിലുണ്ട്. പക്ഷേ ആ ഹദീസ് സ്വഹീഹല്ല, ദഈഫായ ദുർബലമായ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടാണ് അതിന് അസലായി എല്ലാവരും സ്വീകരിച്ചു പോകുന്നത്. ആ ഹദീസ് സ്വഹീഹ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് ഒരു ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമായി ചെയ്യാതിരുന്നാലും തെളിവ് വേണം, അതില്ല. അപ്പം മണ്ണ് വാരി ഇടുക എന്നത് ഹദീസ് സ്ഥിരപ്പെട്ട് വന്നു. ഈ ആയത്ത് ഓതുക എന്നത് സ്വഹീഹായി വന്നിട്ടില്ല. അതുകൊണ്ട് ചൊല്ലേണ്ടതില്ല. 3 പിടി മണ്ണ് വാരി നമ്മൾ അതിലേക്ക് ഇടുന്നു. അവിടെയൊക്കെ കുറേ തെറ്റിദ്ധാരണയുണ്ട്. പിന്നെ കൈ കൊട്ടാൻ പാടില്ല, ആ മണ്ണ് തട്ടിക്കളയാൻ പാടില്ല എന്നൊക്കെ. അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുക എന്നല്ലാതെ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് എവിടെയും ഇല്ല. അതൊന്നുമില്ല. അത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരേ ലെവലിൽ പിടിക്കുക, ഇറക്കിറങ്ങുമ്പോൾ മറ്റോ താത്തി കൊടുക്കുക, അതൊന്നും ഇപ്പം ചില അതിപ്പോൾ ഒരു പലകമ കൊണ്ടുപോവുകയാണെങ്കിൽ ചിലപ്പോൾ വീഴാൻ സാധ്യത ഉണ്ടാവും. ഇന്നത്തെ കട്ടിൽ പോകുന്നില്ല, ഒക്കെ ഇട്ട് ലോക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകണത്. സെയിം മടവിലാണെങ്കിൽ പോലും എണീറ്റ് പോകാൻ വയ്ക്കില്ല. ആ കോലത്തിലാണ് ഇപ്പോഴത്തെ മയ്യത്ത് കട്ടിലൊക്കെ. അപ്പം അത് ഉണ്ടെങ്കിൽ തന്നെ ആകെ എന്തിനേ ഉള്ളൂ, ഒരു മയ്യത്ത് വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു ഇറക്കം ഇറങ്ങി പോകണം ഖബർസ്ഥാനേക്ക്. അപ്പം മുന്നിലുള്ള ഇറങ്ങി ബാക്കിലുള്ള ഇറങ്ങിയിട്ടില്ല, അപ്പം കുത്തനായി ആ മയ്യത്തിന് പക്ഷേ പലകമെന്ന് വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് സംരക്ഷണത്തിന് ആവശ്യമായത് എന്താണോ അത് ചെയ്യണം എന്ന്. അപ്പം പഴയ കാലത്തൊക്കെ മയ്യത്ത് കൊണ്ടുള്ളൊക്കെ ഒരു പലകമ്മിലായിരുന്നു. ഇപ്പം കിതാബിലൊക്കെ നമ്മൾ കാണുന്നത് ലൗഹാണ്, പലക കാണുക. കട്ടിൽ എന്നുള്ളത് പിന്നെ വന്നാണ്. കാരണം അന്ന് അതേ സാഹചര്യമുള്ളൂ. ഒരു പലകമ്മ കെടുത്തിയിട്ട് ആ പലക തോളിച്ചിട്ട് കൊണ്ടുപോകലാണ്. അപ്പോൾ ഒരു പക്ഷേ ഇറക്കം ഇറങ്ങുമ്പോൾ കയറ്റം കയറുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഒരാൾ ഒന്ന് ചെരിഞ്ഞാലും ഒക്കെ മയ്യത്ത് വീഴാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മയ്യത്തിന് ജീവനുള്ള ആൾക്കുള്ളത് പോലെ തന്നെ ഹുർമത്തുണ്ട്. ഒരു മുസ്ലിം മരിച്ചാലും ജീവിച്ചിരിക്കുമ്പോഴും ആ മുസ്ലിമിന് ഒരു ഹുർമത്ത്, ഒരു ആദരവ് അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ട്. അതിന് വിഘാതമാകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഒന്നുമില്ല. നമുക്ക് തലഭാഗങ്ങൾ കൊണ്ടുവരാം, പിന്നെ അതൊന്നും ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ചർച്ച ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അതായത്
ഇപ്പം ഇന്നത്തെ ഇതിൽ ഈ പമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുമോ ഈ ലങ്കോട്ടിക്ക് പകരം എന്നുള്ളതാണ്. അതിനിപ്പോൾ അല്ലാഹു അഅലം, അത് ദ്രവിച്ചു പോണതാണോ അല്ലേ എന്നൊന്നും അറിയില്ല. പഞ്ഞി വെക്കാം എന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനുള്ളിൽ പഞ്ഞൊക്കെ വെച്ച് അങ്ങനെ ഇവരതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റത് ആധുനിക ചർച്ചയിലുണ്ടാവാം, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ലാഹു അഅലം. കുളിപ്പിച്ച ആളുകളെ കുളിക്കേണ്ട മയ്യത്ത് കുളിപ്പിച്ച ആൾക്ക് കുളിക്കൽ സുന്നത്താണ്. മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല. നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. കാരണം ഹദീസിൽ മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കട്ടെ എന്നാണ് ഹദീസിൽ വന്ന പ്രയോഗം. മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കട്ടെ എന്ന് ഹദീസിൽ വന്നു. അപ്പോൾ കുളിക്കട്ടെ എന്ന് കൽപ്പനാക്രിയ വന്നതുകൊണ്ട് അത് കൽപ്പനാക്രിയ വന്നാൽ നിർബന്ധമാണ് എന്നാണ് ഒന്നാമത്തെ അർത്ഥം വെക്കുക. ഒരു അമ്ര വന്നാൽ അത് വാജിബിനാണ് എന്നാണ് അസുല്. ഈ വാജിബ് അല്ല എന്ന് പറയണമെങ്കിൽ തെളിവ് വേറെ വേണം. തെളിവില്ലെങ്കിൽ അമ്രൊക്കെ വാജിബിനാണ്. അപ്പം മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കട്ടെ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ ഹദീസിൻ്റെ ബാഹ്യാർത്ഥ പ്രകാരം ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കൽ നിർബന്ധമാണ്. എന്നാൽ ഇബ്നു അബ്ബാസൊക്കെ പറഞ്ഞത് കാണാം, ഞങ്ങൾ മയ്യത്ത് കുളിപ്പിക്കാറുണ്ട് നബിയുടെ കാലത്ത്. അങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങളിൽ ഒമിന്നാ മൻ യഗ്തസിൽ ഒമിന്നാ മൻ ലം യഗ്തസിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ കുളിക്കുന്നവരുമുണ്ട് കുളിക്കാത്തവരും ഉണ്ടായിരുന്നു എന്ന് സ്വഹാബിമാർ പറഞ്ഞ, ഒന്നിലേറെ സ്വഹാബിമാർ പറഞ്ഞ റിപ്പോർട്ട് സ്വഹിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമാണെങ്കിൽ സ്വഹാബിമാർ കുളിക്കാതിരിക്കില്ല. അപ്പോൾ സ്വഹാബിമാർ മയ്യത്ത് കുളിപ്പിക്കുകയും എന്നിട്ട് ഞങ്ങളിൽ കുളിക്കുന്നവരും കുളിക്കാത്തവരും ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്ത അതിനർത്ഥം നബിയുടെ ആ ഹദീസിൽ നിന്ന് സ്വഹാബികൾ മനസ്സിലാക്കിയത് കുളിക്കൽ നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ എന്നാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും വീക്ഷണപ്രകാരം മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല. അതാണ് ശരിയായ അഭിപ്രായം. അതാണ് ഭൂരിപക്ഷ അഭിപ്രായം. കൂടുതൽ പ്രബലമായതും അതുതന്നെയാണ്. എന്നാൽ ചില പണ്ഡിതന്മാരൊക്കെ വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസിൻ്റെ ആ പദങ്ങൾ പരിഗണിച്ചുകൊണ്ട്. ആർക്ക് കുളിപ്പിക്കാനോ? കുളിപ്പിക്കാനൊന്നും വേണ്ട. മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക പ്രകാരം എന്ന് പറഞ്ഞ് ഇറക്കുക. അത് ഹദീസിലൊക്കെ സൂചനകൾ വന്നിട്ടുണ്ട്, സ്വഹാബികളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ബിസ്മില്ലാ വഅലാ മില്ലത്തി റസൂലില്ല, റസൂലിൻ്റെ മില്ലത്ത് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. ഏത് വിധേയത്തെ ചെയ്യുമ്പോഴും പറയുന്നുള്ളൂ, ചെയ്യുന്ന വിധേയത്തേക്ക് അപ്പോഴും പറിച്ചത് വഅലാ മില്ലത്തി റസൂലില്ല എന്നാണ്. അപ്പോൾ അതിനർത്ഥമില്ല. അപ്പം നബിയുടെ ഒരു മാതൃക പിൻപറ്റുന്നു എന്ന് പ്രഖ്യാപനമാണ് അവിടെ ഉള്ളത്. സാധാരണ മരിച്ചോടത്ത് നമുക്കുള്ള വെച്ചാൽ മയ്യത്ത് വന്ന് ആ മയ്യത്തിനെ കണ്ടു, അവിടെയാണ് നബി തങ്ങൾ ദുആ ചെയ്തത്. അപ്പം അബൂ സലമ മരിച്ചപ്പോൾ നബി അവിടെ വന്നു, ആ മയ്യത്ത് കണ്ടു, മരണം ഉറപ്പ് വരുത്തി എന്ന് നബി തങ്ങൾ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തു. അതാണ് ശരിക്കും നബിയുടെ ഒരു മാതൃകയിൽ സ്ഥിരപ്പെട്ട് വന്നത്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഓരോ സമയത്തും പ്രത്യേകം ദുആയും അൽഫാത്തയും യാസീനും അതൊന്നും എവിടെയും ഇല്ല, അതുമില്ല. അല്ലാഹു മഗ്ഫിർലഹു വറഹ്മഹു, അതേപോലെ ഫിൽ മഹ്ദിയീൻ എന്ന് തുടങ്ങുന്ന ഒരു ചെറിയ പ്രാർത്ഥന അതാണ് നബി പഠിപ്പിച്ചത്. പുറത്തു കൊടുക്കണേ, കാരുണ്യം ചൊരിയണേ, അദ്ദേഹത്തെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് തുടങ്ങുന്ന ഒരു ചെറിയ ദുആയാണ് നബി അവിടെ ചെയ്തത്. അപ്പോൾ അത് മയ്യത്തിൻ്റെ അടുത്ത് വരുന്ന ആർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ സ്ഥലത്ത് പോയി ഒരു മരിച്ചടുത്ത് ചെന്നു, ആ മയ്യത്ത് നമ്മൾ കാണുമ്പോൾ ഒരു ദുആ, അതാണ് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്. പിന്നെ അത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു യാസീൻ ഓതുക, പിന്നെ ഒന്നാകെ ദുആയിരുന്നിട്ട് ആമീൻ ചൊല്ലിയെടുത്തുകൊണ്ട് പോവുക, അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അവിടെ ഇല്ല. പിന്നെ ഖബറിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ തസ്ബീത്ത്, അതാണ് ഹദീസിൽ വന്ന മറ്റൊന്ന്. മയ്യിത്ത് നിസ്കാരത്തിൽ ദുആ, അതേപോലെ ഖബറിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ നബി ഞങ്ങൾ പറഞ്ഞു മറമാടി കഴിഞ്ഞാൽ നിങ്ങൾ തസ്ബീത്ത് ചൊല്ലുക എന്നാണ്. നാട്ടിൽ നടക്കാത്ത പണിയാണത്. ഇവിടെ മയ്യത്ത് ഇറക്കിയാൽ തുടങ്ങി, മൂടലാണ് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങി, മറമാടി കഴിഞ്ഞാൽ അവസാനിപ്പിക്കുകയും ചെയ്യും. നബി ഞങ്ങൾ പ്രത്യേകം പറഞ്ഞത് ഇതാ ഫറഖത്തും ന, മറമാടി നിങ്ങൾ വിരമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവന് വേണ്ടി പൊറുക്കല്ല തേടുക എന്നാണ്. ഇസ്തഗ്ഫിറു അഖീക്കും വസലൂ ലഹു അത്തസ്ബീത്ത്. നിങ്ങൾ പറഞ്ഞുതരാം. അല്ല, അങ്ങനെ ദുആ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളിത് മാറിക്കണം. അതിനൊരു ആമി പറയേണ്ടതുണ്ടോ? ആമി പറയേണ്ടതില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ദുആ പ്രത്യേകിച്ചും ഒരു പൊതുവായി ഇപ്പോൾ ഒരാൾ ഒരു വയസ്സ് ഒരു മോന് പഠിച്ച പുറത്തുകൊടുക്കാൻ പറഞ്ഞു, അത് ആമീൻ പറയാൻ പാടില്ല എന്നുള്ളതല്ല. ഇവിടെ വെച്ച് നമ്മുടെ നാട്ടിൽ അത് പല ബിദ്അത്തുകളും
പല ഉസ്താദന്മാരെ ഇതിലും ഷിർക്കടക്കം കയറി വരാറുണ്ട്. ഒരു ഫാത്തിഹയും 3 സൂറത്തും യാസീനും ഓതിയിട്ട് നേരെ അല്ലാഹു ഔസിൽ എന്നുള്ള തുടങ്ങിയ തന്നെ ഈ ഓതിയതിന് കൂലി ഈ മൊയ്തീൻ ശൈഖ് ഉൾക്കടെ ഇഫായി ശൈഖ് ഉൾക്കടെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് സി എം മടവൂർ മുതൽ കോയപ്പാപ്പ വരെയുള്ള എല്ലാവർക്കും ഇതാണ് ഹദിയ ചെയ്തിട്ട് അല്ലാഹു ബിഹഖി വബിജാഹിഹിം ഓല ഹക്ക് ജാഹ് വർക്കത്തുകൊണ്ട് ഈ മയ്യത്തിനെ പുറത്തെടുക്കണേ എന്നാണ് പിന്നെ ഒരു തേടാൻ പോണത്. അതേതായാലും ബിദഈയായ ദുആയാണ്. ഞാൻ അവിടെ നേരിട്ട് തേടുന്നുവെങ്കിൽ അത് ശിർക്കായ ദുആയാണ്. ഇങ്ങനത്തെ സ്പെഷ്യൽ ദുആ തന്നെയും ബിദഅത്തായ ഒരു രീതിയുമാണ്. അപ്പോൾ അവിടെ നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല, അത് ബിദഅത്താണ്, അതിൽ ഭാഗമാക്കാവതല്ല. എന്നാൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മയ്യത്ത് വന്നു, ഒരു മയ്യത്തിലെ ഒരു മകനോ അല്ലെങ്കിൽ മയ്യത്ത് മരണപ്പെട്ട ഒരാളോ പഠിച്ച അല്ലാഹു ഗഫൂർ അല്ലാഹു റഹ്മഹു എന്ന് പറഞ്ഞു, നമുക്ക് അതിലൊന്ന് ആമീൻ പറഞ്ഞു, അത് തെറ്റാണോ ചോദിച്ചാൽ അത് തെറ്റല്ല. ഒരു പ്രത്യേക ആചാരമായി കൊണ്ടുവരുമ്പോൾ അതേതായാലും ഇല്ലാത്തതാണ്. എന്നാൽ സ്വതന്ത്രമായി നമുക്കൊക്കെ ദുആ ചെയ്യാം, സ്വതന്ത്രമായി നമുക്ക് ആ മയ്യത്തിന് വേണ്ടി എത്ര ദുആ ചെയ്യാം. നമ്മൾ വേണ്ടപ്പെട്ട വാപ്പ മരിച്ചു, നമ്മളവിടെ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ ദുആ ചെയ്യുന്നു, ഒരു വിരോധമില്ല. പുറത്തു കൊടുക്കാനും മഗ്ഫിറത്ത് കിട്ടാനും റഹ്മത്തിന് വേണ്ടിയും ഖബർ വിശാലമാകാനും സുഖം കിട്ടാനും ഒക്കെ നമുക്ക് എത്രയും ദുആ ചെയ്യാം. പൊതുവായിട്ട് പ്രത്യേകമായ ആചാരമാക്കാത്ത രൂപത്തിൽ നമുക്ക് ചെയ്യാം. പ്രത്യേകം ദുആ പിന്നെ എടുത്തു പറഞ്ഞത് തസ്ബീത്താണ്. മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി മറമാടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇസ്തഗ്ഫിറൂ ലി അഖീക്കും, നിങ്ങൾ സഹോദരന് വേണ്ടി പൊറുക്കൽ തേടുക. വസലൂ ലഹു അത്തസ്ബീത, അവന് സ്ഥൈര്യം കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് തേടുക. ഫൈനഹു അൽ ആന യുസ്അൽ, അവനിപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. അതൊരു ഒട്ടകത്തെ അടുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യാൻ എത്ര സമയം വേണോ അത്ര സമയം എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഖബറിന്റെ രണ്ടറ്റത്ത് ഈ കൊമ്പ് പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഒട്ടകത്തെ അടുത്ത് അതിനെ തൊലി പൊളിച്ച് അതിനെ മാംസം വിതരണം ചെയ്യാൻ എത്ര സമയം വേണോ? അപ്പോൾ നമ്മൾ ഉദയത്തർത്ഥല്ലോ, ഉദയത്തർത്ഥം ഒരു പോത്തിനർത്ഥം വിതരണം ചെയ്യാത്ത സമയമാണ് നമുക്കറിയാലോ. അപ്പോൾ ഒട്ടക അതിനേക്കാളും വേണ്ടിയില്ല ഏതായാലും. അപ്പം എങ്ങനെ വന്നാലും നമ്മൾ എങ്ങനെ എത്ര ആൾ കൂടി അർത്ത് ഓടിച്ച് പോവുകയാണെങ്കിലും മിനിമം ഒരു അരമണിക്കൂർ വേണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ, അത് പോരാ. ആ മറമാടി കഴിഞ്ഞതിന് ശേഷം ആരംഭിച്ച് ഒരു ഒട്ടകത്തെ അടുത്ത് അതിനെ മാംസം വിതരണം ചെയ്യാൻ ആവശ്യമായ സമയം എന്നാണ് നബി പറഞ്ഞത്. ആ സമയം നിങ്ങൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടുക. അപ്പം മറമാടി ശേഷം അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ചെയ്യേണ്ട ഒന്നാണ് തസ്ബീത്ത്. നമ്മൾ മൂടുകല്ലാണ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആരംഭിക്കും. മറമാടി എല്ലാം കഴിഞ്ഞാൽ അവസാനിപ്പിച്ച് പോരുകയും ചെയ്യും. പിന്നെ വേണമെങ്കിൽ ഒപ്പിക്കാൻ മൂടൽ വെച്ചാൽ മറച്ചല്ലോ എന്ന് ന്യായം വേണമെങ്കിൽ പറഞ്ഞൊപ്പിക്കാം എന്ന് മാത്രം. അപ്പം നബി പ്രത്യേകം പറഞ്ഞത് ഇതാ ഫറഗത്തുന്ന, മറമാടലിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ എന്നാണ് നബിയുടെ പ്രയോഗം തന്നെ. അപ്പം അതാണ് അതിന് ഏറ്റവും ശരിയായ രീതി. അവിടെ ഇസ്തിഗ്ഫാർ, പാപം പുറത്തെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. തസ്ബീത്ത്, സ്ഥൈര്യം കിട്ടാൻ വേണ്ടി ദുആ ചെയ്താൽ നബി പറഞ്ഞ പ്രത്യേകം പദങ്ങൾ നബി പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ ചൊല്ലുന്ന തസ്ബീത്തിൻ്റെ വചനങ്ങൾ നബി പഠിപ്പിച്ച വചനങ്ങളല്ല. ഇന്ന വചനം പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏത് വചനവും ആവാം. ഇന്ന ദുആ എന്ന് പ്രത്യേകം വാചകം പഠിപ്പിക്കാത്തത് കൊണ്ട് ആ ആശയം കിട്ടുന്ന ഏത് വാചകവും ഒരാൾക്ക് നിർവഹിക്കാം. 2 കാര്യമാണ് വന്നത്. ഒന്ന്, നിങ്ങൾ ഇസ്തിഗ്ഫാർ പൊറുക്കലിനെ തേടുക. 2, സ്ഥൈര്യം കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതിന് പല പണ്ഡിതന്മാരും പല ഉദാഹരണങ്ങൾ പറഞ്ഞു. ഈ ഹദീസ് വെച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും അല്ലാഹു ഗഫൂർ ലഹു റഹ്മഹു തുടങ്ങിയ പല ഉദാഹരണം പലരും പറഞ്ഞു. ആ കൂട്ടത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞ ചില ഉദാഹരണമാണിത്. അല്ലാഹു സബ്ബിത്തു സുആൽ, ചോദ്യം ചോദിക്കുമ്പോൾ നീ തസ്ബീത്ത് സബാത്ത് നൽകണേ, ഉത്തരങ്ങൾ തോന്നിപ്പിക്കാതെ അൽഹിമുൽ ജവാബ്, ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ, ഖബർ വിശാലമാക്കണേ, അല്ലാഹു ഗഫൂർ ലഹു റഹ്മഹു പുറത്തു കൊടുക്കണേ, കാരുണ്യം ചൊരിയണേ. ഏതുമാകാം, ആ വചനങ്ങളുമാകാം അല്ലാത്തതുമാകാം. ഇന്ന വചനം എന്ന് പ്രത്യേകം പറയാത്തത് കൊണ്ട് നമുക്ക് ഏത് വചനവും ഉപയോഗിക്കാം. അതിൽപ്പെട്ടൊരു വചനമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. രണ്ട് ചോദ്യം സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ്. ഭാര്യ ഭർത്താവിനെ കുളിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് അവിടത്ത് മടക്കേണ്ടതുണ്ടോ, ഗ്ലൗസ് ഇടേണ്ടതുണ്ടോ? പൊതുവെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദയാണത്. അതുകൊണ്ട് അവിടെയും നമ്മൾ അതുതന്നെയാണ് പാലിക്കാൻ നല്ലത്. അവിടത്ത് നെയ്ക്കിനെ നോക്കാതിരിക്കുക, അല്ലെങ്കിൽ കൈ നെയ്ക്കിനെ സ്പർശിക്കാതിരിക്കുക, ഇത് തന്നെയാണ് അവിടെയും പാലിക്കാൻ
നമുക്ക് ഏറ്റവും പൊതുവായി പഠിപ്പിക്കപ്പെട്ടൊരു മര്യാദ ആയതുകൊണ്ട് അവിടെ അത് വേണ്ടെന്ന് പറയാനാണ് പ്രത്യേകം തെളിവ് വേണ്ടത്. അവിടെ അങ്ങനെ വേണ്ട എന്ന് പറയാൻ തെളിവ് വേണം. അതല്ല അത് ചോദിക്കുന്നല്ലോ, കുളിപ്പിക്കുന്ന ആൾ കഴിച്ചിട്ട് കുളിപ്പിച്ചതല്ലോ. അല്ല അത് വേണ്ടല്ലോ, അത് വേണ്ട. കുളിപ്പിക്കുന്ന ആള് മൊത്തം ഇജാബിട്ട് നിക്കാബിട്ടുകൾ മൈതുളിപ്പിക്കാൻ വയ്ക്കുന്നല്ലോ, അതാവശ്യമില്ല. അപ്പോഴേ ഭാര്യ ഭർത്താവിനെ കുളിപ്പിക്കുന്ന സമയത്ത് സഹായിയായിട്ട് ആരാണ്? ആണുങ്ങളായിരിക്കുമോ പെണ്ണുങ്ങളായിരിക്കുമോ? സ്ത്രീകൾ പിന്നെ വേറെ സ്ത്രീകൾക്ക് കൂടാൻ പറ്റൂല. വേറെ സ്ത്രീകൾക്ക് നെരിക്കുന്ന മയ്യത്ത് കാണാനും തൊടാനും അവിടെ ഇടപെടാനും പറ്റൂല. പുറത്തുനിന്ന് വേണമെങ്കിൽ വെള്ളം എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാമെന്നല്ലാതെ പറ്റൂല. പിന്നുള്ളത് ഇയാൾ കുളിപ്പിക്കാൻ ആണെങ്കിൽ കൂടാം, അതിൽ ആ പെണ്ണിന് കൂടി കൊടുക്കാൻ പറ്റുക വെച്ചാൽ കൂടി കൊടുക്കാൻ പറ്റും. പക്ഷേ അവളുടെ ശരീരഭാഗങ്ങൾ മറ്റ് പുരുഷന്മാർ കാണാനും സ്പർശിക്കാനും ഇടയാവാൻ പാടില്ല. അതിപ്പോൾ നമ്മൾ ഈ മയ്യത്ത് കുളിപ്പിക്കുക ഇങ്ങനെയൊക്കെ സംഭവം ആക്കിയതുകൊണ്ടാണ് സ്വഹാബി സ്ത്രീകളൊക്കെ പലരും ഭാര്യ ഭർത്താവിനെ കുളിപ്പിച്ച ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതൊക്കെ. കാരണം ഓർക്കിതൊന്നും ഇത്ര വലിയ ഈ ഖുറാഫാത്തിലായിട്ട് ജീവിക്കാത്ത ഓർക്ക് വിഷയമൊന്നുമല്ല. ഒരു മരിച്ചു കഴിഞ്ഞാൽ ഓരോ തന്നെ കുളിപ്പിക്കും, ഓർക്ക് വിഷയമായിട്ട്. നമ്മൾക്കിപ്പോൾ അത് കാരണം 1 മണിക്കൂറായിപ്പോൾ അത് ട്രെയിനിങ്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് 10 മയ്യത്ത് കുളിപ്പിച്ച് പോകും. അപ്പം അത് ആ നാട്ടിൽ അത് ഒരു വിഷയമാക്കി എടുക്കാത്തതുകൊണ്ടാണ്. ശരിക്ക് ഒരു സ്ത്രീക്ക് ചെയ്യാവുന്ന, ഇപ്പോൾ ഈ പറഞ്ഞൊക്കെ ഇവരൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂല്ലോ. പിന്നെ മെൻസസ് ആയ സ്ത്രീകൾക്ക് മയ്യത്ത് കുളിപ്പിക്കാമോ എന്നാണ്. എനിക്ക് പ്രത്യേകം ചർച്ച ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ശ്രദ്ധയിൽ വന്നിട്ടില്ല. അതൊന്നുകൂടി നോക്കി ഉറപ്പെടുത്തിയിട്ട് പറയാം. അതിൽ പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ എന്നുള്ളത് അറിയില്ല, അള്ളാഹു അഅലം. പിന്നെ ബുദ്ധിമുട്ടൊക്കെ ചോദിച്ചത് ചെടി കുത്തുക എന്നുള്ളത്. മയ്യത്ത് ഖബറിൻ്റെ ഭാഗത്ത് ചെടി കുത്തുക നബിയുടെ സാധാരണ പതിവല്ല ചെടി കുത്തുക എന്നത്. അപ്പം നബി ഒരുപാട് മയ്യത്ത് മറമാടുമ്പോൾ നബി ഉണ്ടായിട്ടുണ്ടല്ലോ. സ്വഹാബികളും ധാരാളം മയ്യത്ത് അവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം നബിയുടെയോ സ്വഹാബത്തിൻ്റെയോ ഒരു സ്ഥിരം പതിവായിരുന്നില്ല ഒരു മയ്യത്ത് മറവ് ചെയ്താൽ അവിടെ ഒരു ചെടി കുത്തുക എന്നുള്ളത് സാധാരണ പതിവല്ല. എന്നാൽ നബി തങ്ങൾ ഒരിക്കൽ അത് ചെയ്യാൻ പറഞ്ഞു. അപ്പം നബി ഒരിക്കൽ ചെയ്താലും അത് മിനിമം അനുവദനീയമാണെന്ന് കിട്ടി. അത് തന്നെ സാധാരണ നബി ചെയ്തത് ഒരു മയ്യത്ത് മറവ് ചെയ്തപ്പോഴല്ല, ഒരു പഴയ ഖബറിനരികെ നടന്നു പോയപ്പോഴാണ്. അല്ല മയ്യത്ത് കൊണ്ട് മറയത് എല്ലാം കഴിഞ്ഞിട്ട് ചെടിയെടുക്കി എന്ന് പറഞ്ഞ് കുത്തിയതല്ല അവിടെ. നേരെ മറിച്ച് നബി നടന്നു പോകുന്നു, പോണ വഴിക്ക് കണ്ട് ഖബർ കാണുന്നു. അപ്പം നബി തങ്ങൾ പറയണം, ഈ ഖബറിലുള്ളവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അവർ ശിക്ഷിക്കപ്പെടുന്നത് അവരുടെ കണക്കിൽ ഒരു വലിയ കാര്യത്തിനല്ല, എന്നാൽ അത് വലിയ കാര്യമാകുന്നു. ഒരാൾ മൂത്രമൊഴിച്ചാൽ അത് വേണ്ട പോലെ ശുദ്ധിയാക്കാത്ത ആളായിരുന്നു. രണ്ടാമൻ ഏഷണയുമായി നടക്കുന്ന ആളുമായിരുന്നു. എന്നിട്ട് നബി തങ്ങൾ അവിടുന്ന് ഒരു ഈത്തപ്പന മട്ടനെടുത്ത്, ചെടിയല്ല, ഒരു ഈത്തപ്പനൻ്റെ ഒരു മട്ടൻ, പച്ച മട്ടൻ അതെടുത്ത് 2 പൊളി പൊളിച്ചു. ഈത്തപ്പന മട്ടന് 2 പൊളി പൊളിച്ചിട്ട് ആ ഓരോ ഖബറും ഓരോ പൊളി അവിടെ കുത്തി. ഇത് നബി തങ്ങൾ പറഞ്ഞു, എല്ലാ മരങ്ങളും തസ്ബീഹ് ഉണ്ടല്ലോ, അപ്പം ഈ തസ്ബീഹ് കൊണ്ട് ഓർക്ക് വല്ല ആശ്വാസവും കിട്ടിയേക്കാം. അത് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ലഅല്ലഹു യുഖഫഫ് എന്നാണ്. അവർക്കൊരു പക്ഷെ ലഘൂകരണം ലഅല്ല കിട്ടിയേക്കാം എന്നാണ് നബി അവിടെ പറഞ്ഞത്. അതാണ് നബി തങ്ങൾ ഈ വിഷയത്തിൽ ആകെ ചെയ്ത ഒരു രീതി. അല്ല ഓരോ മയ്യത്ത് വരുമ്പോൾ നബി അങ്ങനെ അവിടെ ചെടി കുത്തുക എന്നൊരു രീതി ചെയ്തിട്ടില്ല. കല്ലുത്തുക അങ്ങനെ തന്നെ, മീസാൻ കല്ലുത്തുക എന്നുള്ളതും നബിയുടെ സാധാരണ പതിവൊന്നുമല്ല. നബി തങ്ങൾ ഒരു കല്ല് കുത്തിയത് ഉസ്മാൻ ബിൻ മദ്ഊൻ മരിച്ചപ്പോഴാണ്. ഉസ്മാൻ ബിൻ മദ്ഊൻ മദീനയിൽ മരണപ്പെട്ട ആദ്യത്തെ സ്വഹാബിയാണ്. നബി തങ്ങൾ ഹിജ്റ വന്നു മദീനത്തെത്തിയതിനു ശേഷം മദീനയിൽ ആദ്യമായി മരിച്ച സ്വഹാബിയാണ് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ബഖീഇൽ 1ാമത്തെ മയ്യത്ത് അദ്ദേഹത്തിൻ്റെ മയ്യത്താണ് അവിടെ വന്നത്. അന്ന് വേറെ ഒറ്റ ഖബറില്ല, ഒരു മണൽ ഭൂമിയാണ്, ഒഴിഞ്ഞെടുക്കുകയാണ്, ഒറ്റ ഖബറുമില്ല. അവിടെയാണ് നബി തങ്ങൾ അടയാളം വെച്ചത്. ഉസ്മാൻ ബിൻ മദ്ഊൻ്റെ മയ്യത്ത് അവിടെ മറവ് ചെയ്തു, ഖബർ വെച്ചാണ് ഉയർത്തി. പക്ഷെ മണലാണ്, സ്വാഭാവികമായിട്ടും 2 ദിവസം കൊണ്ട് അതൊക്കെ പോകും. ഒരു മണൽക്കാറ്റടിച്ചാൽ അതങ്ങനെ നീങ്ങി പോകുന്ന പോലത്തെ മണ്ണല്ല. അവിടെ നബി തങ്ങൾ ഒരു അടയാളം വെച്ചു എന്ന് കാണാം. അപ്പോൾ നബി ഇങ്ങനെ നോക്കി എന്താ ഒരു അടയാളം വെക്കാൻ കിട്ടുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വലിയൊരു കല്ലെടുക്കുന്നുണ്ട്.
അപ്പോൾ നബി സാഹിബ് ആ കല്ലെടുത്തുകൊണ്ട് പോവാ, നമുക്കൊരു ഒരു അടയാളം വെക്കാം. കാരണം കബർ ചവിട്ടാൻ പാടില്ല, അനാദരിക്കാൻ പാടില്ല, മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. അതിനൊക്കെ വേണ്ടി ഒരു അടയാളം വെക്കാൻ വേണ്ടി നബി ഞങ്ങൾ ആ കല്ലെടുക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞു. ആ സ്വഹാബി ചെന്നു. ആ സ്വഹാബി ആ കല്ല് പൊക്കാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് പൊങ്ങുന്നില്ല, അത്രയും കുറച്ച് വെയിറ്റുള്ള കല്ലാണ്. അപ്പം നബി ചെന്ന് വഹസറ അൻ ദിറാഇഹി, നബി തൻ്റെ കുപ്പായ കൈയ്യിൽ കയറ്റി, 2 കൈയും കുപ്പായ കൈ കയറ്റി പിടിക്കുകയാണ്. നബിയും പിടിച്ചു, ആ സ്വഹാബിയും പിടിച്ച് 2 കൂടി താങ്ങി പിടിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചു. എന്നിട്ട് നബി പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ ഖബർ എനിക്ക് ഇതുവഴി തിരിച്ചറിയാം. വഅദ്ഫനു ഫീഹി മൻ മാത മിൻ അഹ്ലി, ഇനി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരിച്ചാൽ ഇവിടെ അടുത്ത് മറവ് ചെയ്യുകയും ചെയ്യാം. അപ്പം ആകെ 1ാമത്തെ ഖബർ, വേറെ ഒറ്റ ഖബറുമില്ല. ഒരു ഒഴിഞ്ഞ മരുഭൂമിയിൽ ഒരു ഖബറുണ്ടായി. ഈ ഖബറാണ് എന്ന് അറിയാൻ ഒരു സംവിധാനവുമില്ല. ആ സമയത്താണ് നബിതങ്ങൾ അവിടെ കിടന്നൊരു കല്ല് താങ്ങിപ്പിടിച്ച് കൊണ്ടുവന്ന് അതവിടെ വെച്ചിട്ട് പറഞ്ഞു, ഇതെൻ്റെ സഹോദരൻ്റെ മയ്യത്തിന് എനിക്ക് ഒരു അടയാളമാണ്, ഇനി മരിക്കുന്നവരെ ഇതിനടുത്ത് വന്നിട്ട് മറവ് ചെയ്യുകയും ചെയ്യാമല്ലോ. ഇതാണ് നബിയുടെ മാതൃക ആ വിഷയത്തിൽ. അപ്പോൾ ഈ ചെടിയിലും കല്ലിലും നബി ഒരു പ്രാവശ്യം ചെയ്തു, അപ്പോൾ അനുവദനീയമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഒരാൾ ചെടി കുത്തുമ്പോൾ അത് കുത്തണ്ട, അത് വേണ്ട, അത് വിധേയത്താണ് എന്ന് പറയണോ? വേണ്ട. എന്നാൽ നബിയുടെ സാധാരണ ഒരു പതിവാണോ ഇത് വെച്ചാൽ അല്ല. നബി എത്രയോ സ്വഹാബിയുടെ മയ്യത്ത് നബി കൈകാര്യം ചെയ്തു, സ്വഹാബിമാർ ഒരുപാട് സ്വഹാബിയുടെ മയ്യത്ത് കൈകാര്യം ചെയ്തു. അവിടെയൊന്നും അങ്ങനെ ഒരു രീതി അവർ പതിവാക്കി കൊണ്ടുവന്നിട്ടില്ല. ശിക്ഷിക്കപ്പെടുന്നു എന്ന് നബിക്ക് വഹയ്യ മുഖേന വിവരം കിട്ടിയിടത്ത് മാത്രമാണ് നബി അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു അടയാളം ആവശ്യമുണ്ടെങ്കിൽ ഒരു അടയാളം വെക്കാം, അതെന്തുമാകാം. ഒരു അടയാളം ഇന്നത്തെ കാലത്ത് പോയി ഖബർസ്ഥാൻ കുറേ ഖബറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളെ ഖബർ പിന്നെ അറിയില്ല. അപ്പോൾ ഒരു ഖബർ അറിയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം, അത് ഈ മീസാൻ എഴുതിക്കതല്ല, എഴുതിക്കാൻ പാടില്ല എന്ന് നബി പ്രത്യേകം പറഞ്ഞതാണ്. എഴുതി വെക്കൽ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. അതൊന്നല്ലാതെ ഇപ്പം എല്ലാവരും ഒരു കല്ലെക്കുന്നു, നമുക്ക് വേറെ സൈസ് കല്ല് കൊണ്ട് വെച്ചു. ഇപ്പം എന്താ വെച്ചാൽ വെട്ടിൽ വെച്ചാൽ അതേക്കും അടയാളം. എല്ലാവരും മാർബിളും അതേപോലെ ഗ്രാനൈറ്റൊക്കെ കുത്തുന്നത്, അത് ഏതായാലും പാടില്ല. അൽഹാഖ് മുത്തക്കാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന ആയത്തിന് അങ്ങനെയും ഒരു വിശദീകരണമുണ്ട്. ഖബറിൻ്റെ കാര്യത്തിലും നിങ്ങൾ പരസ്പരം പെരുപ്പം കാണിക്കും എന്നൊരു വ്യാഖ്യാനം അതിലുണ്ട്. അത് പാടില്ല എന്നാണ്. അപ്പോൾ ഖബറിന് പെരുപ്പം കാണിക്കുക, മറ്റാൾ മാർബിൾ വെച്ചപ്പം ഗ്രാനൈറ്റ് വെക്കുക, അത് ആ വലിപ്പത്തരം കാണിക്കുക, പേര് എഴുതി വെക്കുക, ആചാര്യവും കുടുംബം തറവാടൊക്കെ പടയുമ്പോൾ എഴുതി വെച്ചിട്ട് ഇത് വലിയ കാര്യപ്പെട്ട ആളാണ് തോന്നിക്കാൻ വേണ്ടി, അതൊക്കെ കഴിഞ്ഞു, അത് മരിക്കോളുള്ളൂ. അപ്പം അങ്ങനത്തെ തക്കാസുറിൻ്റെ സ്ഥലമല്ല ഖബർ എന്നുള്ളത്, അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി മയ്യത്തിന് ഒരു ഭാഗം, ഒരു കാല് കിട്ടി, അല്ലെങ്കിൽ മയ്യത്തിന് ഒരു അവശിഷ്ടം കിട്ടി, അതൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നാണ്. സാധാരണഗതിയിൽ ഒരു മുസ്ലിമിൻ്റെ ശരീരത്തിന് പിരിഞ്ഞതിന് ഹുർമത്തുണ്ട്. മുസ്ലിമിൻ്റെ ശരീരത്തിന് പിരിഞ്ഞതിന് ഒരു ഹുർമത്തുണ്ട്. അതുകൊണ്ട് അത് ഏതെങ്കിലും നിലയ്ക്ക് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നായ്ക്കളോ മറ്റോ കടിച്ചു വലിച്ച് അങ്ങനെ പോകാൻ പാടില്ല. അപ്പോൾ അത് ഒരു മാന്യമായി കുഴി കുത്തി കുഴിച്ചിടുക എന്നാണ്. അത് പള്ളിക്കാട് കൊണ്ടുപോയി മറയണമെന്നില്ല, അത് മയ്യത്ത് കഴിക്കേണ്ട ആവശ്യമില്ല, അത് കുളിപ്പിക്കേണ്ട കാര്യമില്ല, അതൊന്നുമില്ല. അത് മയ്യത്തിനേ ഉള്ളതൊക്കെ. ഒരു കയ്യിലെ കഷ്ണം കിട്ടി, ഒരു കാലിലെ കഷ്ണം കിട്ടി, അല്ലെങ്കിൽ ചെറിയ ശരീരഭാഗം കിട്ടി, അതെന്തായിക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇടാൻ പറ്റുമോ വെച്ചാൽ പറ്റൂല. കാരണം ശരീരത്തിൽ നിന്ന് വേർപിരിക്കപ്പെട്ടതാണെങ്കിലും അത് ഹുർമത്തുള്ള മുസ്ലിമിൻ്റെ ശരീരം നിലയ്ക്ക് അതിനൊരു ആദരവ് കൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അനാദരിക്കപ്പെടാത്ത രൂപത്തിൽ അത് എവിടെയെങ്കിലും പറമ്പിലോ അല്ലെങ്കിൽ പള്ളിക്കാട്ടിലോ എവിടെയെങ്കിലും ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലവിടെ മറച്ചു വെക്കുന്നു. അല്ലാതെ അത് അലക്ഷ്യമായി വെളിച്ചറിയാൻ പറ്റിയതല്ല. പരിഗണിക്കപ്പെടേണ്ട ഒരു ഭാഗമാണെങ്കിൽ ചെറിയ കഷ്ടപ്പെട്ട് ഒരു വലിയൊരു തുമ്പ് മുറിച്ചു, അതൊക്കെ വേണമെന്നല്ല. ഇതൊക്കെ സാധാരണ നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്താൽ പോണ ചെറിയ കഷ്ടത്തെ പറ്റിയല്ല. അതല്ല, ഒരു പരിഗണിക്കാൻ മാത്രമുള്ള ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ അത് ആ നിലയ്ക്കുള്ള ആദരവ് അതിന് നൽകേണ്ടതുണ്ട്. അല്ലാഹു അഅലം. തസ്ബീത്തിൽ നബി പറഞ്ഞത് ഇസ്തഗ്ഫിറു അഖീക്കും വസലഹു തസ്ബീത, നിങ്ങൾ സഹോദരന് വേണ്ടി പൊറുക്കലിനെ തേടുക, സ്ഥൈര്യം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതിന് പ്രത്യേക രൂപമോ പ്രത്യേക ഭാവമോ പ്രത്യേക വചനങ്ങൾ പോലുമോ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ഇത് നടക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റൊക്കെ പാടെ ഏറ്റി ചൊല്ലി അല്ലെങ്കിൽ ഭയങ്കര ശബ്ദത്തിൽ ചൊല്ലി അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അവിടെ ഒന്നും ഹദീസിൽ പറഞ്ഞിട്ടില്ല. ഈ കാര്യം നടക്കണം. അവന് പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. മലയാളത്തിൽ പ്രാർത്ഥിച്ചു, ഒരു പ്രശ്നമില്ല. അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേ, നീ പുറത്തു കൊടുക്കണേ. ആളുകൾ മലയാളത്തിൽ ദുആ ചെയ്തു, തസ്ബീത്താണ്. എനിക്ക് സ്ഥൈര്യം കൊടുക്കണേ,
ഖബറിന് അയാൾക്ക് നിർഭയത്തുനിന്ന് കൊടുക്കണേ എന്നൊരാൾ മലയാളത്തിൽ പറഞ്ഞാൽ തസ്ബീത്താണ്. അതാ പറഞ്ഞ ഒരു വചനവും നബി ഞങ്ങൾ ഹദീസിൽ പറഞ്ഞില്ല. ഈ രണ്ട് ആശയം പറഞ്ഞു. നിങ്ങൾ പൊറുക്കലിനെ തേടുക, സ്ഥൈര്യം കിട്ടാൻ വേണ്ടി ചോദിക്കുക, അവനിപ്പോൾ ചോദിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ആ ആശയം വരുന്ന ഏത് ഭാഷയിലും ഒരാൾക്കവിടെ പ്രാർത്ഥിക്കാം. അത് മനസ്സിൽ പ്രാർത്ഥിക്കാം, സ്വകാര്യമായി പറയാം, എങ്ങനെയാവാം. അല്ല അത് ഭയങ്കര മുദ്രാവാക്യം വിളിക്കണ പോലെ വലിയൊരിതാക്കി ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റോ ഏറ്റു ചൊല്ലി അതിനൊന്നും ആവശ്യം അതിലില്ല. വല്ലാഹു അഅലം. മയ്യത്ത് മുസ്ലിങ്ങളെ കാണിച്ചാൻ പറ്റുമോ? എങ്ങനെ? ഒന്ന് പറ. രണ്ടാമത് വെച്ച് ചില മുസ്ലിങ്ങളെ മയ്യത്ത് കാണിച്ചു കൊടുക്കൂല, അത് ഇനി പ്രമാണം എന്തെങ്കിലും? ശരീരത്തിലുണ്ടാകുന്ന പല വസ്തുക്കൾ, ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത കമ്പി ഉണ്ടാകും, അങ്ങനെയൊക്കെയുള്ള പലതും ശരീരത്തിലുണ്ടാകും. നീക്കം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നീക്കം ചെയ്യാം. മയ്യത്ത് നമ്മൾ പ്രയാസപ്പെടുത്താതെ അങ്ങനെയൊക്കെ. ഇപ്പോൾ വെപ്പ് പല്ല് നിലെടുത്താൽ കിട്ടും, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കണം. അതല്ല കീറി മുറിച്ച് ഇടങ്ങാറാക്കിയിട്ട് എടുക്കേണ്ടതാണെങ്കിൽ അത് എടുക്കേണ്ടതില്ല. അതങ്ങനെ തന്നെ നമുക്ക് മറവ് ചെയ്ത് പോകാം എന്നാണ് പൊതുവെ ഫിഖിലൊക്കെ വരുന്ന ചർച്ചകൾ. അമുസ്ലിമിൽ നമ്മളെ മയ്യത്ത് കാണാൻ പറ്റുമോ? ഒരു വസ്തുവില്ല. ജീവിതകാലത്ത് ആർക്കൊക്കെ നമ്മളെ കാണാൻ പറ്റുമോ അങ്ങനെ തന്നെ മരിച്ചാലും. അത് മുസ്ലിം അമുസ്ലിം എന്നില്ല. ജീവിതകാലത്ത് നമ്മെ ആർക്ക് കാണാൻ പറ്റുമോ ഓർക്ക് മരിച്ചാലും കാണാം. അന്യ ആണും പെണ്ണും മരിച്ചാൽ മയ്യത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ജീവിതകാലത്ത് എന്താണോ വിധി അതന്നെ അവിടെ. ജീവിതകാലത്ത് അന്യ പെണ്ണിനെ നോക്കാനും കാണാനും പാടില്ല. അല്ല മരിച്ചുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് വിധി ആ വിഷയത്തിലില്ല. മരിച്ചാൽ മാത്രം ഒരു ഹുക്കുമ് അല്ലെങ്കിൽ ആവാം എന്നൊരു വ്യത്യാസം ആ വിഷയത്തിൽ പ്രത്യേകിച്ച് എവിടെയും വന്നിട്ടില്ല. വല്ലാഹു അഅലം. കാണൽ പ്രത്യേകിച്ചൊന്നുമില്ല. മയ്യത്ത് കാണൽ സുന്നത്തില്ല, അതിൻ്റെ ഭാഗവുമല്ല. നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹത്തിന് ഞാൻ കണ്ടിരുന്ന ഒരാളാണ്, നമ്മുടെ സുഹൃത്താണ്, നമ്മളൊരു വേണ്ടപ്പെട്ട ഒരാളാണ്, ഇനി നമ്മൾ കാണൂല, ആ നിലക്ക് ഒരു കാഴ്ച നമുക്ക് വേണമെങ്കിൽ കാണാം എന്നല്ലാതെ നേരെ എല്ലാ മയ്യത്തും എല്ലാവരും പോയി കണ്ടോളണം പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമേ അല്ല. അപ്പം നമുക്കൊരു പരിചയത്തിലുള്ള ആളാണ്, അവിടെ നമ്മൾ പുറത്ത് പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഒരാളെ കാണാൻ തെറ്റാണോ? അല്ല, കാണൽ തെറ്റൊന്നുമല്ല. പക്ഷെ മയ്യത്ത് കാണലാണ് നമ്മുടെ വലിയ കാര്യം. സ്കെച്ചിലും വേണ്ടില്ല, ഒന്നും ചെരിയും വേണ്ടില്ല, വന്ന് കണ്ടുപോയാൽ തന്നെ ഓൻ വന്നു, അതിന് പേരായി. അതിനു വേണ്ടി അതിനും പോകേണ്ടതില്ല. കാണാൻ പാടില്ല, കഴിയില്ല, കാണാം. മയ്യത്ത് ചുംബിക്കുകയും ചെയ്യാം. അതൊക്കെ ഒരു വൈകാരിക ബന്ധമാണ്. ഉസ്മാൻ മദർ മരിച്ചപ്പോൾ നബി ചുംബിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, മദീനത്ത് ആദ്യം മരിച്ച സ്വഹാബി ഉസ്മാൻ ബിൻ മദർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ നബി അവിടെ വന്നു. നബി വന്നു, അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് പുതപ്പ് മാറ്റി നബി ആ മയ്യത്തിൽ ചുംബിച്ചു. ഇമാം ബുഖാരി ധരിച്ച സംഭവമാണ്. നബി തന്നെ വഫാത്തായി കിടക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് അവിടെ വന്നു, അദ്ദേഹം ചുംബിച്ചു. ആയിഷ ബീവിയുടെ റൂമിലാണ്. അദ്ദേഹം വന്നു, മുഖത്തുനിന്ന് പുതപ്പ് മാറ്റി നബിയുടെ മുഖത്തിന് അദ്ദേഹം ചുംബിച്ചു. അപ്പോൾ അതൊരു വൈകാരിക ബന്ധം. ഒരു വാപ്പാൻ്റെ മയ്യത്ത് നമ്മൾ ചുംബിക്കാം, ഒരു മക്കളെ മയ്യത്ത്, അല്ലെങ്കിൽ ഒരു ഭാര്യൻ്റെ മയ്യത്ത്, ഭർത്താവിൻ്റെ മയ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് മരിച്ചു. അപ്പോൾ സ്വാഭാവികമായും ദുഞ്ഞാവെന്നൊരു വിട പറയുന്നു. ഇനി നമ്മൾ ദുഞ്ഞാവിൽ കാണുന്നില്ല. ആ നിലയ്ക്ക് ഒരു ആത്മബന്ധത്തിൻ്റെ പേരിൽ ഒരാൾക്ക് ചുംബിക്കാം, അതേപോലെ കാണാം. അതിനൊന്നും വിരോധമില്ല. പക്ഷേ വാവിട്ട് കരയുക, ഒച്ചമ്പഹം ഉണ്ടാക്കുക, പലതും വിളിച്ചു പറയുക, മാറി പുലർക്കുക, മുടി ഒന്നക അഴിച്ചിട്ട് കുടയുക, ഇതൊക്കെ ജാഹിലിയ്യ സമ്പ്രദായമാണ്. അത് പാടില്ല എന്ന് നബി പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട്. വല്ലാഹു അഅലം. പിന്നെ ഈ മരിച്ചത് സ്ത്രീയാണെങ്കിൽ പ്രാർത്ഥനകളിൽ മുഅന്നസായിട്ടാണോ ഉപയോഗിക്കേണ്ടത്? നിർബന്ധമില്ല. ഒരു മരിച്ചു, അപ്പോൾ പുരുഷന്മാർക്കുമ്പോൾ സാധാരണ അല്ലാഹു ഗഫ്ഫിർ വറഹംഹു വഅഫു അൻഹു എന്ന് പറയും. പെണ്ണാണെങ്കിൽ അല്ലാഹു ഗഫ്ഫിർ വറഹംഹ വഅഫു അൻഹ. അറബി ഭാഷാ നിയമപ്രകാരം ആണിന് ലഹു എന്നും പെണ്ണിന് ലഹ എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ മയ്യത്ത് എന്ന പദം ഉദ്ദേശിച്ചാൽ ആണും പെണ്ണൊക്കെ മയ്യത്താണ്. അവിടെ പിന്നെ സ്ത്രീലിംഗം പുല്ലിംഗം എന്നില്ല. അവിടെ ഈ മയ്യത്തിനെ പുറത്തു കൊടുക്കണേ, ഈ മയ്യത്ത് റഹ്മത്ത് ചൊരിയണേ എന്ന വിവക്ഷയാണെങ്കിൽ പെണ്ണിനും അല്ലാഹു ഗഫ്ഫിർ ലഹു എന്ന് പറയാം. അപ്പോൾ അർത്ഥം എന്താണ്? ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ, ഈ മയ്യത്തോട് കാരുണ്യം കാണിക്കണേ എന്ന അർത്ഥത്തിൽ പെണ്ണിനും ഗഫ്ഫിർ ലഹു വറഹംഹു വഅഫു അൻഹു വഅഫിഹി എന്നൊക്കെ പറയാം. അത് ഭാഷാപരമായി തെറ്റല്ല. എന്നാൽ ഇവന് പുറത്തു കൊടുക്കണേ എന്നാണെങ്കിൽ ഗഫ്ഫിർ ലഹു, ഇവൾക്ക് പുറത്തു കൊടുക്കണേ എന്നാണെങ്കിൽ ഗഫ്ഫിർ ലഹാ വറഹംഹാ വഅഫു അൻഹാ. അപ്പോൾ അവൾക്ക് ഇവൾക്ക് എന്നർത്ഥം കിട്ടും. ഹാ എന്നാക്കുമ്പോൾ അവന് അല്ലെങ്കിൽ പിന്നെ അവനോട് എന്നൊക്കെ അർത്ഥം വരും. ലഹു എന്നാകുമ്പോൾ മയ്യത്തിന് എന്നർത്ഥം വെച്ചാൽ ആണിനും പെണ്ണിനും ഒക്കെ ഒരേ പദം
ഉപയോഗിച്ചാലും മതി. അപ്പം അതൊരു തെറ്റൊന്നുമല്ല, ഭാഷാപരമായും തെറ്റില്ല, ആശയപരമായും തെറ്റില്ല. അല്ലാഹു അഅലം. അവസാനിപ്പിക്കാം, 9:15. പറ്റായില്ല പള്ളിക്കൽ മയ്യത്ത് കൊണ്ടുവന്നൊക്കെ തന്നെ യഥാർത്ഥത്തിൽ പിന്നുണ്ടായതാണ്. നബിയുടെ കാലത്ത് പള്ളിയിൽ മയ്യത്ത് അധികം കൊണ്ടുവരാറില്ല. 1-2 മയ്യത്തെ നബി പള്ളിക്ക് നിസ്കരിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നബി പുറത്താണ് നിസ്കരിക്കൽ. നബിയുടെ പെരുന്നാൾ നിസ്കാരവും മയ്യത്ത് നിസ്കാരവും പുറത്താണ്. പള്ളിക്ക് വളരെ അപൂർവം മയ്യത്തെ നബി കൊണ്ടുവന്നിട്ടുള്ളൂ. പാടില്ല എന്നില്ല. പിന്നെ ഒരിക്കൽ സയ്യിദ് മരിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞയച്ചു, എനിക്ക് സയ്യിദിന് വേണ്ടി നിസ്കരിക്കണം, അവിടെ ആ മയ്യത്ത് പള്ളി കൊണ്ടുവരിക, ഞാൻ നിസ്കരിക്കട്ടെ. ആയിഷ ബീവിയുടെ വീടും പള്ളിയും അടുത്താണല്ലോ. അപ്പോൾ ആയിഷ ബീവിക്ക് നിസ്കരിക്കാൻ വേണ്ടി ആ മയ്യത്ത് പള്ളി കൊണ്ടുവന്നു. പിന്നെ പള്ളി കൊണ്ടു വെച്ചു. ആയിഷ ബീവി മാത്രം മയ്യത്ത് നിസ്കരിച്ചു. പിന്നെ മയ്യത്ത് കൊണ്ടുപോയി സാധാരണ മയ്യത്ത് നിസ്കരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് പുരുഷന്മാർ നിസ്കരിച്ചു. അപ്പോൾ പെണ്ണിക്ക് നിസ്കരിക്കാമെന്ന് മനസ്സിലായി, പെണ്ണിന് പള്ളിയിൽ നിസ്കരിക്കാമെന്ന് മനസ്സിലായി. അപ്പോൾ ആളുകൾക്കിടയിൽ വലിയൊരു സംസാരം വന്നു. സംസാരം മറ്റൊന്നുമല്ല, മയ്യത്ത് പള്ളി വെച്ച് നിസ്കരിക്കുകയോന്ന്. പള്ളിക്ക് മയ്യത്ത് നിസ്കരിക്കുക, നബി സാധാരണ പുറത്തല്ലേ നിസ്കരിക്കല് എന്നാണ് വിവാദം. അത് ചർച്ച. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ജനങ്ങൾ എത്ര പെട്ടെന്നാണ് മറന്നു പോകുന്നത്. സഹീൽ ബിൻ ബൈലാഹ് മരിച്ചപ്പോൾ നബി പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ടല്ലോ. സഹീൽ ബിൻ ബൈലാഹ് മരിച്ചപ്പോൾ നബി പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത്രയും ഒറ്റപ്പെട്ട സംഭവങ്ങളെ പള്ളി വെച്ച് നിസ്കരിച്ചതുള്ളൂ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കരിക്കാം എന്നതിന് മനസ്സിലായി. ഇപ്പോൾ സ്ത്രീകൾ നിസ്കരിക്കാം. ചില സ്ഥലത്തൊക്കെ പെണ്ണുങ്ങൾക്ക് നിസ്കാരമില്ല. ഒരുപാട് മസാല കാണാൻ നാട്ടിൽ, പെണ്ണുങ്ങൾക്ക് നിസ്കാരമില്ല, ഞാൻ ആണുങ്ങളെ മുമ്പ് നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ ആൾക്കാർ പറയും. അതൊന്നുമില്ല. ആകെ ഒരു മയ്യത്തിന് ഒറ്റ പെണ്ണെ നിസ്കരിച്ചുള്ളൂ. ഫർള് കിഫായ വിടും. വേറെ ആരും നിസ്കരിച്ചില്ല. ഒരു പെണ്ണ് മാത്രം നിസ്കരിച്ചു. ഒരു പെണ്ണ് അയാളുടെ ഭർത്താവിനെ അവൾ മാത്രം കുളിപ്പിച്ചു, ഓള് മാത്രം കഫൻ ചെയ്തു, ഓള് മാത്രം നിസ്കരിച്ചു, ഓള് മറവ് ചെയ്തു. സമൂഹത്തിന് കുറ്റം കിട്ടുമോ? ഇല്ല. അപ്പോൾ ആണും പെണ്ണിനൊക്കെ അവിടെ നിസ്കാരം ഒരുപോലെയാണ്, അതിന് വിരോധമൊന്നുമില്ല. ഷാഫി ഇമാം മരിച്ചപ്പോൾ പിന്നെ ഷാഫി ഇമാമിന് വസിയത്തുണ്ടായിരുന്നു, ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി നഫീസത്തുൽ മിസ്ലിയ മയ്യിത്ത് നിസ്കരിക്കണം. നഫീസ മാല ഉണ്ടല്ലോ, നഫീസത്ത് മാല, ആ മാല ആരെപ്പറ്റിയാണോ ആ നഫീസ ബീവി. ഷാഫി ഇമാമിൻ്റെ കാലക്കാരാണ്, വലിയ പണ്ഡിതയാണ്. പല മസ്അലകളും ഇമാം ഷാഫി അവരടുത്ത് പോയിട്ട് സംശയം ചോദിക്കലുണ്ട്. ഇമാം ഷാഫിക്ക് ചില മസ്അല കിട്ടതാകുമ്പോൾ നഫീസ ബീവിയെ ചെന്ന് കാണും, അല്ലെങ്കിൽ ആളെ പറഞ്ഞയക്കും, അവരോട് ചോദിച്ച് അറിയലുണ്ട്. രോഗം വന്നാൽ ഇമാം ഷാഫി പറഞ്ഞയക്കും, സുഖമില്ല, ദുആ ചെയ്യണം. നഫീസ ബീവി ദുആ ചെയ്യലുണ്ട്. അങ്ങനത്തെ ഒരു ബന്ധം അവർ തമ്മിലുണ്ട്. അപ്പോൾ ഇമാം ഷാഫിക്ക് പിന്നെ പ്രായമാകാതെ മരിച്ച 54-ാമത്തെ വയസ്സിൽ മരിച്ചാണ്. പക്ഷേ പൈൽസ് വന്നു, ധാരാളമായി രക്തം വാർന്നൊഴുകി, ശരീരമാകെ ക്ഷീണിച്ചു, ആരോഗ്യം നഷ്ടപ്പെട്ടു. അങ്ങനെ 54 വയസ്സായപ്പോഴേക്ക് ഏതാണ്ട് അദ്ദേഹം പറ്റേ അവശനായി മാറി. ഇതിന് മനസ്സിലായി, ഇനി അധികകാലമൊന്നും എനിക്ക് ജീവിതം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ച നഫീസ ബീവി എനിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കണം. അങ്ങനെ ഇമാം ഷാഫി മരിച്ചു. നഫീസ ബീവിത്തെ ആളെ പറഞ്ഞയച്ചു, ഇമാം ഷാഫി മരിച്ചിട്ടുണ്ട്, വസിയത്ത് പ്രകാരം നിങ്ങൾക്ക് നിസ്കരിക്കണമല്ലോ. അപ്പോൾ നഫീസ ബീവി അന്ന് വളരെ രോഗമായി, പ്രായമായി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത കോലത്തിൽ വീട്ടിൽ തന്നെ ഉറങ്ങി കഴിയുന്ന സമയമാണ്. അവിടെ ഷാഫിമാനെ മയ്യിത്ത് നിസ്കരിക്കാൻ വരാൻ നഫീസ ബീവിക്ക് ആരോഗ്യമില്ല. പക്ഷേ ഇതാണെങ്കിൽ വസിയത്താണ്, വസിയത്ത് നടപ്പാക്കൽ ബാധ്യതയാണ്. അതിന് അവസാനം ഷാഫിമാനെ മയ്യിത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. നഫീസ ബീവിൻ്റെ വീട്ടിലേക്ക് ഷാഫിമാനെ മയ്യിത്ത് കൊണ്ടുപോയി അവർ മയ്യിത്ത് നിസ്കരിച്ചു, ആ വസിയത്ത് നടപ്പാക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. പെണ്ണുങ്ങൾക്ക് നിസ്കാരമില്ല എന്ന് പറയുമ്പോൾ ഈ 2 സംഭവം പറഞ്ഞു കൊടുക്കുന്ന ആയിഷ ബീവി സയ്യിദ് വേണ്ടി നിസ്കരിച്ചത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 നഫീസ ബീവി ഇമാം ഷാഫിക്ക് വേണ്ടി നിസ്കരിച്ചത്, അത് നഫീസ മൗലൂദിലുണ്ട്. ഇനി വേറെ ഇവിടെ ഉണ്ടായി വിശ്വസിച്ചില്ലെങ്കിലും അത് വിശ്വസിക്കുമല്ലോ. നഫീസ മൗലൂദിലുണ്ട്. എന്തിനാ അവിടെ കൊടുത്തത്? അവിടെ കൊടുത്തത് നഫീസ ബീവി അത്രയും വലിയ ആളെന്ന് പറയാനാണ്. നഫീസ ബീവി അത്രയും വലിയ മഹത്വമുള്ളവരാണ്. ഷാഫി ഇമാമ് വരെ മയ്യിത്ത് നിസ്കരിക്കാൻ വസിയത്ത് ചെയ്ത ആളാണെന്ന് പറയാൻ വേണ്ടി അവിടെ കൊടുത്തത്. പക്ഷെ കൊടുത്തപ്പോൾ ഈ കഥ
വന്നല്ലോ. അപ്പം അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ഏതായാലും പള്ളി വെച്ച് നിസ്കരിക്കുന്നത് സാധാരണ പതിവല്ല. എന്നാൽ നബി ചില മയ്യത്തുകൾ പള്ളി വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെറ്റായ കാര്യമല്ല. ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ ഓരോ ദുആ വരുന്നു. അതിപ്പോൾ സാധാരണ ഒരു മുത്തലക്കായ നിലക്കാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്കത് ആമീൻ ചൊല്ലാൻ കുഴപ്പമൊന്നുമില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ മയ്യത്തിൻ്റെ കടങ്ങൾ പറയുന്നു, ഉത്തരവാദിത്തങ്ങൾ പറയുന്നു, വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഇടപാട് തീർക്കാൻ പറയുന്നു. ആ കൂട്ടത്തിൽ അല്ലാഹ് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, പുറത്തു കൊടുക്കട്ടെ എന്നൊക്കെ ദുആ ചെയ്താൽ അതൊക്കെ നമുക്ക് അതിൽ കൂടാം, ആമീൻ പറയാം. അതും വലിയ ആചാരമാക്കി അവിടെയും പിന്നെ ഇപ്പോൾ തഹ്ലീൽ തുടങ്ങി, അവിടെ കുരുവെള്ളം തുടങ്ങി, അവിടെ പിന്നെ വേറെ കുറേ പ്രത്യേകമായ രൂപത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ ആകുകയാണെങ്കിൽ ആ വഴി ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മളൊരു ഭാഗം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. വല്ലാഹു അഅലം. ഇല്ല, അതെ, തബാറക്കോതൽ, ഖബറിലെ തബാറക്കോതൽ, അവിടെ യാസീൻ ഓതൽ, അതൊന്നും സ്ഥിരപ്പെട്ട കാര്യം. ഇബാദത്താകണമെങ്കിൽ തെളിവ് വേണം. ഇന്ന സ്ഥലത്ത് ഇന്നത് സുന്നത്താണ് എന്ന് പറയണമെങ്കിൽ അത് തെളിവ് ആവശ്യമുണ്ട്. അതില്ല. തബാറക്ക സൂറത്ത് ഖബർ ശിക്ഷയിൽ ഇളവ് ലഭിക്കും. അത് ആർക്കാണ്? ജീവിതകാലത്ത് ഓതിയാക്കാണ്. ജീവിതകാലത്ത് ഒരാൾ തബാറക്ക ഓതുന്നുവെങ്കിൽ ആ തബാറക്ക ഓതിയവന് തബാറക്ക ശുപാർശയും അത് ഖബർ ശിക്ഷയ്ക്ക് ആശ്വാസമായി മാറും എന്നാണുള്ളത്. അല്ല ഓർക്ക് വേണ്ടി മറ്റൊരൊക്കെ പാടെ ഓതിയാൽ കിട്ടുന്നതല്ല. അതൊക്കെ ഇതിന് പിന്നെ ഏച്ചു കൂട്ടുണ്ടാക്കി കൊണ്ടുവന്ന രീതികളാണ്. അപ്പോൾ അതൊന്നും നമ്മളവിടെ ഭാഗവാക്കാവാതിരിക്കുക. തബാറക്ക ഓതുന്നു, അവിടെ യാസീൻ ഓതുന്നു, അവിടെ തൽക്കീൻ ചൊല്ലി കൊടുക്കുന്നു, അതൊന്നും സ്ഥിരപ്പെട്ടതല്ല. തൽക്കീൻ ഹദീസ് സ്വഹീഹ് ഹദീസല്ല. ഹദീസിലുണ്ട്, പക്ഷെ ദഈഫായ ഹദീസാണ്, സ്വഹീഹ് അല്ല. തൽക്കീൻ ചൊല്ലി കൊടുക്കുക എന്നുള്ളത് ദുർബലമായ റിപ്പോർട്ടാണ്. അപ്പോൾ അതൊക്കെ സ്ഥിരപ്പെടാത്തതൊക്കെ ദീനിൻ്റെ ആചാരമായി കൊണ്ടുവരാൻ നമുക്ക് വകുപ്പില്ല. ആചാരമാകാതെ പൊതുവായി ചെയ്യുന്ന സംഗതികൾ അതിന് ആക്ഷേപിക്കേണ്ട കാര്യവുമില്ല. വല്ലാഹു അഅലം. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കാം. ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നേരത്തെ പോലെ കുറച്ചാളിഞ്ഞത് ടീം ആവണം. അത് വെറുതെ കേട്ടിട്ട് പോയാൽ പോരാ. നേരത്തെ ചോദിച്ചാൽ 8-10 ആൾ കൈയൊന്നിച്ചിരുന്നു. അപ്പോൾ അവർ അത് ടീമായി ഉണ്ടാകണം. ഓരൊന്നും കൂടെ ഇരുന്ന് അതിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു അവ്യക്തത ഉണ്ടെങ്കിൽ നിങ്ങൾ യൂത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ തയ്യാറായ കുറച്ച് ആളുകളുണ്ട്. ഓളൊന്നുകൂടി ജസ്റ്റ് ഒന്ന് വിളിച്ചു കൂട്ടുക, ഒന്ന് ഇരിക്കുക, ഒന്ന് ചെയ്യാൻ പറ്റുമോ വേണ്ടി നമുക്ക് ഇനി ഓരോ മാത്രം ഒന്ന് ഇരുന്നിട്ട് ഇതേപോലെ ഒന്ന് ഓൾ ചെയ്തോട്ടെ. അവരെ മാത്രം ഒന്ന് കൂടുന്നു, ഒരാൾ നമ്മുടെ കിടക്കുന്നു, ഞാനും വരാം, നമുക്കവിടെ ഉണ്ടാവാം. എന്നിട്ട് അവരൊന്ന് മയ്യത്ത് കുളിപ്പിക്കുന്ന പോലെ ചെയ്തു നോക്കിയാൽ കുറച്ചും കൂടി ഒരു ധൈര്യമായി. അതേപോലെ നമുക്കൊരു ലഭ്യമായ നമ്മളൊരു പരിസരത്തുള്ള ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ്റെ ഒരു സാഹചര്യം വന്നു എങ്കിൽ ഒന്നും കൂടി പ്രത്യേകം താല്പര്യം എടുത്തുനിന്ന് പോയി നോക്കുക. കാരണം ഇത് ചെയ്ത് പഠിക്കുമ്പോഴാണ് എല്ലാത്തും എന്താണ്ട് ഒന്ന് ക്ലിയറായി കിട്ടുക. എത്ര കേട്ടാലും ചിലപ്പോൾ ചെയ്യുമ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളെ കുടുംബത്തിൽ ഒരു മരിച്ചു, നമ്മളെ വേഗം ആയിക്കോട്ടെ നമ്മൾ ഏറ്റെടുക്കാം, ഇനി വളരും വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പോകാൻ പറ്റും. മണ്ഡലത്തിൽ നമുക്ക് പറയാൻ കഴിയണം, നമ്മുടെ മണ്ഡലത്തിൽ എവിടെ ആരും മരിച്ചാലും ഒരു ബേജാറാകണ്ട, കുളിപ്പിക്കാനുള്ള നമ്മളെത്തുന്നുണ്ട്. സ്ത്രീകളും വേണം, പുരുഷന്മാരും വേണം. സ്ത്രീകളും ടീം വേണം. അതുങ്ങൾ വനിതാ വിങ് പ്രത്യേകം നോക്കുക. വനിതാ വിങ് പ്ലാൻ ചെയ്തിട്ട് ഒരു 5-6 സ്ത്രീകളെങ്കിലും അപ്പം വിളിച്ച് അങ്ങോട്ട് വിളിച്ച് അവിടെ ആളെ കിട്ടും, ഇവിടുന്ന് ആളെ കിട്ടും, ജാമീന് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ ആരും മരിച്ചാലും ഒരു ബേജാറും വേണ്ടത്. സുന്നത്തനുസരിച്ച് ഒരു വിധേയത്വം ഇല്ലാതെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനൊക്കെ നമ്മുടെ മണ്ഡലത്തിൽ ടീമുണ്ട്. അത് പ്രശ്നമില്ല, ഇന്ന ആളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു നമ്പറും കൊടുത്താൽ അയാളെ വിളിച്ചു കഴിഞ്ഞാൽ യൂത്തിലെ സെക്രട്ടറിനെ വിളിച്ചാൽ ആ ടീമിൽ ആളെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. സ്ത്രീകളെ സെക്രട്ടറിനെ വിളിച്ചാൽ പ്രസിഡന്റിനെ വിളിച്ചാൽ ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആയിക്കോട്ടെ ആൾ പറഞ്ഞു കൊടുക്കാം എന്നപ്പോൾ നമുക്ക് ആളെ വിടാൻ കഴിയണം. അത് ബാക്കിയുള്ളവർക്കും ധൈര്യമാണ്. മറ്റൊരു ചെറിയ മരിച്ചാൽ എന്താ കാട്ടുക, വലിയ മുജാഹിദായി നടക്കും, മരിച്ചാൽ കുടുങ്ങും, ഒരാളും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഏത് മുജാഹിദ് മരിച്ചപ്പോൾ ആരും ഉണ്ടായതുമില്ല. അപ്പം അങ്ങനെ തോന്നും പഠിച്ചോളൂ ഞാൻ മരിച്ചാലും പുതിയ അവസ്ഥ എന്നൊക്കെ ഒന്ന് പിറകോട്ട് പോകാൻ നിമിത്തം. അപ്പം അതല്ല, നമ്മുടെ മണ്ഡലത്തിൽ അതിനൊക്കെ സൗകര്യം സാഹചര്യം ഉണ്ട്. ഇൻഷാല്ലാ നമുക്കൊരു ഖബർസ്ഥാൻ വരും. മിനിയൂട്ടിൽ ഖബർസ്ഥാൻ പ്ലാൻ ഉണ്ട്, സ്ഥലം അവിടെ ഉണ്ട്. അതിൻ്റെ ബാക്കി പേപ്പർ വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് മിനിയൂട്ടിൽ ഇൻഷാല്ലാ ഖബർസ്ഥാനും വരും. അപ്പം അങ്ങനെ ഒരു ആവശ്യമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. എല്ലാവർക്കും എപ്പോഴും വേണ്ട എല്ലാ മഹലിലും ബസ് ഉണ്ടാവുന്നില്ല. എന്നാലും ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ കക്കാട് പള്ളി നമ്മൾ അവിടെ മയ്യത്ത് പരിപാലനം പ്രത്യേകം പ്ലാനിലുണ്ട്. കക്കാട് നമുക്ക് പള്ളി പെർമിഷൻ കിട്ടി, സ്ഥലം രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഇൻഷാ അധികം വൈകാതെ പണി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം കണ്ട ഒരു ഏരിയ മയ്യത്ത് പരിപാലനമാണ്. ഒരാൾ മരിച്ചാൽ ആ മയ്യത്തിട്ട് പോയാൽ മതി, അവിടെ കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് തരും. അത് സൗകര്യമാണല്ലോ. നമ്മൾ എത്ര വലിയ മുജാഹിദാണെങ്കിലും അവിടെ കാണാൻ മരിച്ചാൽ എളാപ്പണ്ട് വരും, ഒരു അമ്മോൻ വരും, എന്തെങ്കിലുമൊക്കെ ഒരു ഖുറാഫാത്തോട് ചെയ്യാതെ സമ്മതിക്കില്ല. നമുക്കവിടെ ഒന്നും ഉണ്ടാകാൻ കഴിയില്ല. അപ്പം അങ്ങനെ നമ്മൾ മൗനം പാലിക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം ആവശ്യമുള്ളവർക്കെങ്കിലും കക്കാട പള്ളിക്കാണ്ട് മയ്യത്തുണ്ടായാൽ ഇപ്പോൾ മരിച്ച് അവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ നേരെ അവിടെ കൊണ്ടുപോയി അവിടെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിൽ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. പിന്നെ കൊണ്ടുപോയി മറവ് ചെയ്യാനേ വേണ്ടിയുള്ളൂ. അപ്പം ഞാൻ ഖബർസ്ഥാനം ഉപയോഗിക്കാം.
ആ ഖബർസ്ഥാൻ ഉപയോഗിക്കാൻ പറ്റൂലേ? നമുക്ക് വേങ്ങര ഖബർസ്ഥാൻ ഉണ്ട്, സലഫി ഖബർസ്ഥാൻ തന്നെ നമുക്ക് വേങ്ങര, നമ്മൾക്ക് അവിടെ ഒന്നിച്ച് കൂടി വാങ്ങിയതിനാണ് നമുക്ക് ഖബർസ്ഥാൻ ഉപയോഗപ്പെടുത്താം. മിനിയൂട്ടിൽ സ്ഥലമുണ്ട്, 30 സ്ഥലമുണ്ട് ഖബർസ്ഥാനിന് വേണ്ടി മാറ്റിച്ചതന്നെ. അത് ഇൻഷാല്ലാ അതിന് പേപ്പർ വർക്ക് തുടങ്ങിയിട്ടില്ല, അതാകുന്ന മുറക്ക് നമുക്കതും ആയി കിട്ടും. അപ്പോൾ ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇപ്പോൾ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനൊക്കെ നമുക്കൊരു ടീം ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒരു ആശ്വാസമുണ്ട്. ആ നിലയ്ക്ക് ടീം ഇൻഷാല്ലാ ഈ ക്ലാസ്സോട് കൂടി യൂത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായി വരണം, സ്ത്രീകളുടെ നേതൃത്വത്തിൽ അവിടെയും ഉണ്ടായി വരണം. എന്നിട്ട് ഓര് മാത്രം കൂടി നമുക്കൊന്നിരിക്കാം. ഏതെങ്കിലും സമയത്തൊന്ന് ആ ടീം മാത്രം വരുന്നു, ഞാനും വരാം, നമുക്കൊന്ന് കൂടി ഇരുന്ന് പ്രാക്ടിക്കൽ ഒന്നും കൂടി ചെയ്ത് നോക്കി, ചെയ്ത് വരുമ്പോൾ ഇതൊക്കെ സംശയം ഉണ്ടെങ്കിൽ അതിങ്ങനെ ക്ലിയറാക്കി നമുക്ക് പോകാം. എന്നാൽ ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ആര് കയറി നിന്നിട്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ധൈര്യമായി പ്രവർത്തിക്കാൻ പറ്റും. ശരിയല്ല, ഇത് പറഞ്ഞ പോലെ അല്ല, അല്ലെങ്കിൽ ഹദീസില്ല, അല്ലെങ്കിൽ ഹദീസ് സ്വഹിയല്ല, അല്ലെങ്കിൽ അതിങ്ങനെ ഉണ്ട്, ഇത് സുന്നത്തിനുണ്ട് എന്ന് നമുക്ക് ധൈര്യമായിട്ട് ആരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റാൽ പിന്നെ നമുക്ക് ആശങ്കയില്ലല്ലോ. ആ നിലയ്ക്ക് ഇൻഷാല്ലാ ടീം നമുക്ക് ഉണ്ടായി വരണം. ഇതേപോലെ നമ്മൾ ഇടപെടേണ്ട ഏരിയകൾ പലതുമുണ്ട്, അവിടെയൊക്കെ ഇടപെടാൻ കൂടി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു ശരിയായ ദീനു പ്രകാരം കാര്യങ്ങൾ പഠിക്കാനും പ്രാവർത്തികമാക്കാനും നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജ്ജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ ഒരു അമലായി റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഭയങ്കര യൂത്തിൻ്റെ കീഴിൽ വളരെ നല്ലൊരു നീയത്തോടു കൂടെ തുടങ്ങിയ 2 വിജ്ഞാന വേദികളാണ് കഴിഞ്ഞു പോയത്. ഈ ഒരു വിജ്ഞാനവേദി തുടങ്ങുമ്പോൾ അതിൻ്റെ ചർച്ച നടക്കുന്ന സമയത്ത് നമ്മളെ മുന്നിലുണ്ടായിരുന്നൊരു ലക്ഷ്യം, ഒന്ന് എല്ലാവർക്കും മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും പഠിക്കുക എന്നുള്ളത്, സംശയമൊന്നുമില്ലാതെ വളരെ ധൈര്യത്തോടു കൂടെ അത് നിർവഹിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. അത് അതിവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നമുക്ക് ക്ലാസ് എടുത്ത് തന്ന ഫൈസൽ ഉസ്താദിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതൊരു ലക്ഷ്യം നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മുടെ മണ്ഡലത്തിൽ ആര് മരിച്ചാലും, നമ്മളുമായി ബന്ധപ്പെട്ട് ആര് തന്നെ മരിച്ചാലും അവിടെ ഖുറാഫാത്തില്ലാതെ ബിദഅത്തുകളൊന്നുമില്ലാതെ നമ്മൾ തന്നെ പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുന്നൊരു ടീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു നിയത്തും കൂടെ ഉണ്ടായിരുന്നു. അത് ഇൻഷാ അല്ലാഹ് അത് ഇന്നത്തോടു കൂടെ നമുക്കത് ഉണ്ടാവണം. മാക്സിമം ആളുകൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും നമ്മളെ വീട്ടിൽ ബന്ധപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ പിന്നെ അവിടെ ഒരു പ്രയാസം അനുഭവിക്കുന്ന രീതി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കുറേ നമ്മുടെ മണ്ഡലത്തിൽ വന്നത് കണ്ടതുകൊണ്ടാണ് ഇത്തരം ഒരു ചർച്ച വരികയും അങ്ങനെ നമ്മളൊരു ടീമിനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് വളരെ കൃത്യമായിക്കൊണ്ടും വളരെ സിമ്പിളായിക്കൊണ്ടും നമ്മൾ ഉസ്താദ് നമുക്ക് വിശദീകരിച്ചു തന്നു. ഉസ്താദിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മയ്യത്ത് കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും ഒക്കെ ബന്ധപ്പെട്ട് ഒരു ഡെമോ കാണിക്കാൻ നമ്മുടെ ബഷീർക്കയാണ് നിന്നത്. അദ്ദേഹത്തിനും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.